ശുദ്ധമുള്ള ലൂക്കോസ് ഏവങ്കേലിസ്ത എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. ശുദ്ധമുള്ള ലൂക്കോസ് ഏവങ്കേലിസ്ത എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. ഔവണ്ണം എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. സുറിയക്കാരനായ നയമാൻ അല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു. നമ്മുടെ തലകൾ നമുക്ക് വണക്കാം. ദൈവം നമുക്ക് ഇന്ന് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ഈ മഹാപരിശുദ്ധന്റെ സന്നിധിയിൽ വെച്ച് ദൈവത്തിൻ്റെ വചനം ആലോചിക്കുവാനും തന്ന ഈ വചനഭാഗത്തെ ദൈവം മുമ്പിൽ സമർപ്പിക്കാം. തമ്പുരാൻ നല്ല ആലോചനകൾ തരാൻ, വചനം പറയുന്ന ഈ ബലഹീനദാസന്റെ കുറവുകളും പരിമിതികളും വചനപ്രഘോഷണത്തിന് തടസ്സമാകാതിരിക്കുവാൻ നമുക്ക് ദൈവത്തോട് കണ്ണുനീരോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ സുവിശേഷത്തിൻ പാരമിടുങ്ങിയ പാതകളിൽ സിദ്ധന്മാരുടെ കാൽപ്പാടിൽ തെറ്റാതെന്നെ നയിക്കണമേ. കർത്താവേ, നിന്റെ വചനം ധ്യാനിക്കുവാനും കേൾക്കുവാനും അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നു. മഹാപരിശുദ്ധനായ അന്ത്രയോസ് ബാവ ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാർഗത്തിലൂടെ മുൻപോട്ട് ചരിക്കുവാൻ അങ്ങയുടെ വചനം ഞങ്ങളുടെ കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമായി ഉണ്ടാകണമേ. ഞങ്ങൾക്കിന്ന് ധ്യാനിക്കുവാൻ തന്ന ഈ വചനത്തെ സമർപ്പിക്കുന്നു. എന്ത് ഉദ്ദേശത്തോടെ ഈ തിരുവചനത്തിൽ ഈ വചനഭാഗം ക്രമീകരിച്ചിരിക്കുന്നുവോ അതിന്ന് ധ്യാനിക്കുവാനും പഠിക്കുവാനും അതുവഴിയായി പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ അനുഗ്രഹമായി ഞങ്ങൾക്ക് തീരുവാനും ഇടയാകണമേ. നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഏറെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. വളരെ സുപരിചിതനായ ഒരു വ്യക്തിയെക്കുറിച്ചുമാണ് നമ്മൾ കേട്ടത്. ചാറ്റൽ മഴയുടെ സമയത്തെങ്കിലും പള്ളി വരാന്തയിലെങ്കിലും കയറി നിന്നവർക്ക് അറിയാവുന്ന സംഭവമാണ് അരാമ്യനായ നയമാന്റെ കുഷ്ഠരോഗം മാറിയ സംഭവം. ക്രിസ്തു തൻ്റെ മനുഷ്യാവതാര പ്രവർത്തന കാലത്ത് തൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ യെരുശലേമിലെ സിനഗോഗിൽ വെച്ച് തൻ്റെ ദൗത്യം എന്ത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ തൻ്റെ മാഗ്ന കാർട്ട അവിടുന്ന് അവതരിപ്പിക്കുകയാണ്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ വേദഭാഗം 4-ാം അധ്യായം 16 മുതലുള്ള ഈ ഭാഗം അത് വായിച്ചു കഴിഞ്ഞ് കർത്താവ് ചില പ്രസ്താവനകൾ നടത്തുകയാണ്. അതിൽ ചില പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് കേട്ടിരിക്കുന്ന ആളുകളുടെ പ്രതികരണം ഏറെ ശ്രദ്ധേയമാണ്. തൻ്റെ ദൗത്യം എന്ത് എന്ന് ക്രിസ്തു വ്യക്തമാക്കുമ്പോൾ അത് കേട്ടിരുന്ന കേൾവിക്കാർ പറയുകയാണ്. 22-ാമത്തെ വാക്യം, എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. The people who heard this voice, they marveled. അവർ ക്രിസ്തുവിന്റെ വചനത്തിൽ ആശ്ചര്യപ്പെടുകയും. ഇതാണ് ഇതിന്റെ പശ്ചാത്തലം. താൻ എന്ത് ദൗത്യമാണ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഇത് യേശുദമ്പുരാൻ പ്രഖ്യാപിക്കുമ്പോൾ തന്റെ മാഗ്ന കാർട്ട, തന്റെ ദൗത്യം എന്ത്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ
അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചവ അയക്കുവാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. ഇത് പറയുമ്പോൾ ആളുകളുടെ പ്രതികരണം എന്താണ്? അവന്റെ വാക്കുകളിൽ അവർ ആശ്ചര്യപ്പെടുകയാണ്. They marveled in his voice. അത് കഴിഞ്ഞ് ക്രിസ്തു പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. അതിൽ ഒരു പ്രസ്താവനയാണ് നമ്മുടെ മൂലവാക്യമായി നമ്മൾ കേട്ടത്. അവണ്ണം എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു, എന്നാൽ അവരിൽ സുറിയക്കാരനായ നയമാൻ അല്ലാതെ മറ്റാരും സൗഖ്യമായില്ല, ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, 21-ാമത്തെ വാക്യത്തിൽ ഇത് കേട്ടവരുടെ പ്രതികരണം എന്താണ്? അവന്റെ വാക്കുകളിൽ അവർ ലാവണ്യ വാക്കുകളിൽ ആശ്ചര്യപ്പെട്ടു. They marveled. അവർ ആശ്ചര്യപ്പെടുകയാണ്. ഇത് എന്തൊരു വചനമാണ്, ഹൃദയത്തെ സ്പർശിക്കുന്ന എന്തോ ഒരു വചനമാണ്. പ്രിയപ്പെട്ടവരെ, 27-ാമത്തെ വാക്യത്തിൽ യേശുദമ്പുരാന്റെ പ്രസ്താവന കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? 28-ാമത്തെ വാക്യം നോക്കുക. പള്ളിയുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളവും കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. നോക്കുക, ഒരേ സമയത്തുണ്ടാകുന്ന രണ്ട് പ്രതികരണങ്ങൾ. ഒന്നാമത്തെ പ്രതികരണം എന്താണ്? അവന്റെ ലാവണ്യ വാക്കുകളിൽ ആശ്ചര്യപ്പെട്ട് ഇതെന്തൊരു വാക്ക് എന്ന് പറഞ്ഞ് അവർ മാർവൽ ചെയ്യുന്നു. രണ്ടാമത്തെ പ്രതികരണം എന്താണ്? അവനെ കൊല്ലാൻ, അവനെ ഉപദ്രവിക്കുവാൻ കോപം നിറഞ്ഞവരായി. വിട്ടുകളയരുത്, തങ്ങളുടെ പട്ടണം ഇരുന്നിരുന്ന സ്ഥലത്തിന്റെ കീഴ്ക്കാൻ തൂക്കായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവനെ തള്ളിയിടുവാൻ അവർ ശ്രമിക്കുന്നു. നോക്കുക, ഒരേ കോണ്ടെക്സ്റ്റിലുള്ള രണ്ട് പ്രതികരണങ്ങൾ. ഒന്നാമത്തെ പ്രതികരണം മാർവലിംഗ്, രണ്ടാമത്തെ പ്രതികരണം റിജക്ഷൻ. ഒന്നാമത്തെ പ്രതികരണം അവന്റെ വാക്കുകളിൽ, ലാവണ്യ വാക്കുകളിൽ ആശ്ചര്യപ്പെടുന്നു. രണ്ടാമത്തെ പ്രതികരണം അവനെ തട്ടിക്കളയാൻ നോക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് പ്രതികരണങ്ങൾക്കിടയിലുള്ള ഒരു വാക്യമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. എന്താണ് ആ വാക്യം? അവണ്ണം എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. But none of them was cleansed except Naaman the Syrian. ഇത്തിരി ആശ്ചര്യജനകമായിട്ടാണ് കർത്താവ് പറയുന്നത്. പിള്ളേരുടെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ ഇത്തിരി തള്ളൊക്കെ ഉണ്ടെന്ന് തോന്നും, അല്ലേ? മറ്റാർക്കും സൗഖ്യം വന്നില്ല. ആർക്കേ സൗഖ്യം വന്നുള്ളൂ? കുഷ്ഠരോഗിയായ നയമാന്. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ തൊട്ടു മുമ്പിലത്തെ പ്രതികരണം മാറാൻ കാരണം എന്താ? വേദപുസ്തകം ഉണ്ടോ? എല്ലാവരുടെയും കയ്യിൽ ഉണ്ട്. ഉള്ളവർ നോക്കിക്കോണം. കാരണം ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ പ്രസംഗിച്ചിട്ട് പോകും, നിങ്ങൾ അജയച്ചനോട് പറയും, അയാളെ വിളിച്ചിട്ട് ഏതാണ്ടൊക്കെ പറഞ്ഞു, അത് പുള്ളിക്കാരൻ്റെ പുസ്തകത്തിലേ ഉള്ളൂ, ഞങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെ പറയരുത്. അതുകൊണ്ട് ഞാൻ പോകുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഞാൻ 1 മണിക്കൂറോടെ ഇവിടെ നിന്നോളാം. കാരണം ഇവിടെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. അച്ഛനെ ബുദ്ധിമുട്ടിക്കരുത്. ജിനുവച്ചനെയും അജയച്ചനെയും ജോസച്ചനെയും ബാബു അച്ഛനെയും ഒന്നും ബുദ്ധിമുട്ടിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ നോക്കണം ഞാൻ ഈ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഈ വചനം പഠിക്കുകയാണ്, അല്ലാതെ വചനം കുറെ നമ്മളിങ്ങനെ ഒരു വിപ്ലവാത്മകമായും വികാരഭരിതമായും ചിന്തിക്കുകയല്ല. അതിനല്ല പെരുന്നാളിനോട് ചേർന്ന് വചനപ്രഘോഷണം ക്രമീകരിച്ചിരിക്കുന്നത്. അത് വേദപുസ്തകം പഠിക്കുകയാണ്. കാരണം വേദപുസ്തകം പഠിക്കാത്തതിൻ്റെ കുറവ് നമ്മുടെ ഇടയിൽ ഏറെയുണ്ട്.
പോട്ടെ, അത് ഞാൻ അതിന്റെ ഒരു തലത്തിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പുസ്തകമുള്ളവർ നോക്കി തന്നെ ഇരിക്കണം. ഞാൻ പറയുന്ന ഇച്ചിരി ബോറിംഗ് ഉണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്കണം. കാരണം പുസ്തകം നോക്കിയിരുന്നാൽ ബോറിങ്ങിനേക്കാൾ കൂടുതൽ ഈ കാര്യം നമുക്ക് പിടികിട്ടും. ഞാൻ എന്താണ് പറഞ്ഞത്? തൊട്ടു മുമ്പിലത്തെ പ്രതികരണം എന്താണ്? അവന്റെ വാക്കുകളിൽ അവർ ആശ്ചര്യപ്പെട്ടു. അത് കഴിഞ്ഞ് 27-ാമത്തെ വാക്യത്തിൽ ഈ സംഭവം പറഞ്ഞപ്പോഴേക്കും അവരെന്ത് ചെയ്തു? അവനെ കൊല്ലാൻ, അവനെ ഉപദ്രവിക്കുവാൻ അവർ തയ്യാറാകുകയാണ്. ഇനി ഇപ്പൊ നിങ്ങൾ പറ, നിങ്ങളുടെ മനസ്സിലൊരു സംശയം തുടങ്ങിയില്ലേ? എന്താണ് ഈ യഹൂദന്മാരെ, തന്റെ വചനം കേട്ട ശ്രോതാക്കളെ പ്രകോപിപ്പിക്കുവാൻ ഈ വചനത്തിന് ഇടയായത് എന്താണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചാറ്റൽ മഴയുടെ സമയത്ത് പള്ളിയുടെ വരാന്തയിലെങ്കിലും കയറി നിന്നിട്ടുള്ളവർ കേട്ടിട്ടുള്ള സംഭവമാണ്. ഏത് സംഭവം? നയമാന്റെ കുഷ്ഠരോഗം മാറിയത്. അതെവിടെയാ വിവരിക്കുന്നത്? 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള ഭാഗങ്ങളില് അത് വിവരിക്കുന്നത്. ഞാൻ അതിന്റെ കഥ പറയേണ്ട ആവശ്യമില്ല, കാരണം അത് കൊല്ലക്കുടിയിൽ സൂചിപ്പിക്കുന്നത് പോലെയാണ്. നിങ്ങൾക്ക് ആ കഥ അറിയാം. അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മഹാനാണ്, മാന്യനാണ്, പരാക്രമശാലിയാണ്, അവൻ ദൈവഭക്തനാണ്. അതുകൊണ്ട് നയമാന്റെ നിമിത്തം അരാം രാജാവ് യുദ്ധത്തിൽ പലപ്പോഴും വിജയിക്കുന്നു. അങ്ങനെ യെരുശലേമും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ വിജയിച്ച് കഴിഞ്ഞപ്പോൾ യുദ്ധ തടവുകാരിയായി ഒരു പെൺകുട്ടിയെ ഇസ്രായേലിൽ നിന്ന് എവിടെ കൊണ്ടുപോയി? അരാമിലേക്ക് കൊണ്ടുപോയി. ഈ നയമാൻ എല്ലാ തരത്തിലും വളരെ കേൾവി കേട്ട ആളായിരുന്നെങ്കിലും നാട്ടുകാരോട് പറയാൻ പറ്റാത്ത ഒരു പ്രശ്നം അയാൾക്കുണ്ടായിരുന്നു. എന്തായിരുന്നു അയാളുടെ പ്രശ്നം? അയാൾ കുഷ്ഠരോഗിയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച അച്ഛൻ അതിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ കുർബാന ചൊല്ലിയ തിരുമേനി പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. കുഷ്ഠരോഗിയുടെ അന്നത്തെ അവസ്ഥ എന്താണ് എന്നത്. ഒത്തിരി മേന്മകളുണ്ട്, പക്ഷേ അയാൾ ആരാണ്? കുഷ്ഠരോഗി. വീട്ടിലുള്ളവർക്ക് മാത്രം അറിയാവുന്ന ഒരു പ്രശ്നം. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് എല്ലാ തരത്തിലും ചികിത്സ നടത്തിയിട്ടും നടക്കാതെ വന്നപ്പോ ഈ കൊച്ചു പറഞ്ഞു, ദാ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, അങ്ങോട്ട് പോയാൽ നമ്മുടെ യജമാനന് രോഗം മാറും. അത് പോയി എലിസ പറഞ്ഞതുപോലെ ഇയാൾ ചില കാര്യങ്ങൾ ചെയ്തു. അവസാനം പുള്ളിക്കാരന് രോഗം ഭേദമായി. എന്തിനാണ് കർത്താവ് തന്റെ മാഗ്നാ കാർട്ട അവതരിപ്പിക്കുമ്പോൾ ഈ സംഭവം പറയുന്നത്? അല്ലെങ്കിൽ ഈ സംഭവം പറഞ്ഞപ്പോൾ അതുവരെ കൈയടിച്ച് ആഹ്ലാദിച്ചു കൊണ്ടിരുന്ന ഈ കേൾവിക്കാർക്ക് ഇത്ര കോപമുണ്ടാകാനുള്ള കാരണം എന്താ? പ്രിയപ്പെട്ടവരെ, ആ കാരണം തേടി ചെല്ലുമ്പോഴാണ് നയമാന്റെ രോഗം എന്തായിരുന്നുവെന്നും അതെങ്ങനെ സൗഖ്യമായി എന്നും നമ്മൾ തിരിച്ചറിയുന്നത്. ഓരോ പെരുന്നാളുകളും രോഗസൗഖ്യത്തിന്റെ ഇടങ്ങളാണ്. പക്ഷെ പെരുന്നാളുകളിൽ എങ്ങനെ പെരുമാറണം, അത് നയമാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പെരുന്നാളുകളിൽ എങ്ങനെ പെരുമാറണമെന്നത് നയമാൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, ഈ സംഭവം പറഞ്ഞപ്പോൾ കേൾവിക്കാർക്ക് എന്താണ് അവരുടെ പ്രതികരണം? അവർ കോപിച്ചു. കോപിച്ചതിന്റെ കാരണം, ഇതിനിടയിൽ കർത്താവ് ഒരു വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞോന്നറിയാമോ? ഇസ്രായേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു, പക്ഷേ നയമാൻ അല്ലാതെ മറ്റാർക്കും സൗഖ്യം വന്നില്ല. അത് മലയാളത്തിൽ സൗഖ്യം വന്നില്ല എന്നാണെങ്കിലും അതിന്റെ മൂലഭാഷയിൽ ശ്രദ്ധിക്കണം. പുതിയ നിയമം എഴുതിയത് ഏത് ഭാഷയിലാണ്? ഗ്രീക്ക് ഭാഷയിലാണ്. മൂലഭാഷയിൽ എഴുതിയിരിക്കുന്ന വാക്ക് യകാതാരിസ്തേ എന്ന വാക്ക. എന്താ മോനെ ആ വാക്കിന്റെ പേര്? യകാതാരിസ്തേ. ആ വാക്ക് വന്നത്, അതിന്റെ റൂട്ട് കത്താറിക്സോ എന്ന വാക്കാണ്. കത്താറിക്സോ എന്ന വാക്കിന് അതിന്റെ അർത്ഥം ടു ക്ലെൻസ്.
പക്ഷെ ക്ലെൻസ് എന്ന് മാത്രമല്ല, ആ വാക്കിന് രണ്ടർത്ഥങ്ങളാ ഉള്ളത്. ആ സൗഖ്യദാനത്തിന് രണ്ട് ഭാവങ്ങളാ ഉള്ളത്. ഒന്ന്, ടു ക്ലെൻസ് ഔട്ട്വേർഡ്ലി. രണ്ട്, ടു ക്ലെൻസ് ദ മൈൻഡ്. അപ്പോൾ കഥാറിക്സോ എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്താ? ബാഹ്യമായ സൗഖ്യവും ആന്തരികമായ ശുദ്ധീകരണവും. ബാഹ്യമായ സൗഖ്യവും ആന്തരികമായ ശുദ്ധീകരണവും. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവ് പറഞ്ഞപ്പോ കേൾവിക്കാർക്ക് എന്തു തോന്നി? കോപം തോന്നി. ലളിതമായിട്ട് പറഞ്ഞ, എൻ്റെ കുഞ്ഞെ, നിന്റെ ഈ ബാഹ്യമോടികളൊന്നും അല്ല വേണ്ടേ, അതൊക്കെ ആവശ്യമാ. നിന്റെ പെരുന്നാളിൽ ബാഹ്യമായ മോടികൾ ആവശ്യമാ. പക്ഷേ നിനക്ക് ആത്യന്തികമായി ഉണ്ടാകേണ്ട മാറ്റം എന്താ? You have to cleanse internally. ഉള്ളിൽ സൗഖ്യമുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് നയമാന്റെ രോഗം എന്താ? നിങ്ങൾ എന്നോട് പറയണം കേട്ടോ. ഇതുവരെ പഠിച്ചിട്ടുള്ളത് നയമാന്റെ രോഗം എന്താ? കുഷ്ഠരോഗം. കുഷ്ഠരോഗം ശരീരത്തിന്റെ ഏതു ഭാഗത്തെ ബാധിക്കുന്നതാ? കിഡ്നി, ഹൃദയത്തെയോ, സിറോസിസ്, കരളിനെയോ? അല്ല, പിന്നെ തൊലിപ്പുറത്ത്. തൊലിയെ ബാധിക്കുന്ന രോഗമാണ് എന്ത്? കുഷ്ഠരോഗം. അപ്പൊ പിന്നെ തൊലിയെ ബാധിക്കുന്ന രോഗം സൗഖ്യമായെങ്കിൽ അതെങ്ങനെ സൗഖ്യമായി? ആന്തരികമായി സൗഖ്യമായോ ബാഹ്യമായി സൗഖ്യമായോ? ബാഹ്യമായി. പിന്നെന്തിനാ കർത്താവ് ഈ യകാതാരിസ്തെ എന്ന വാക്ക് ഉപയോഗിച്ചത്? ടു ക്ലെൻസ് ഔട്ട്വേർഡ്ലി at the same time to pure inwardly. ബാഹ്യമായ സൗഖ്യം, ആന്തരികമായ ശുദ്ധീകരണം. ഇത് മനസ്സിലാക്കിയപ്പോൾ ഇവന്മാർക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. അവരുടെ ഉള്ളം കുത്തി. അവർ ഈ പറഞ്ഞവനെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവനെ ഒഴിവാക്കാൻ, അവനെ കൊല്ലാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമുക്ക് നയമാനിലേക്കൊന്ന് മടങ്ങിപ്പോകാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള ഈ വേദഭാഗത്തിന്റെ ഒരു പുനർവായന ഈ സന്ധിയിൽ നമുക്ക് നടത്താം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം, നമുക്ക് ബാഹ്യമായ മാറ്റങ്ങളാണോ ആന്തരികമായ ശുദ്ധീകരണമാണോ ഏറ്റവും അനിവാര്യം എന്നത്. നിങ്ങൾക്ക് പശ്ചാത്തലം പിടികിട്ടി എന്ന് ഞാൻ കരുതട്ടെ. അതുകൊണ്ട് നമുക്ക് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള ആ വേദഭാഗം ഒന്ന് പരിശോധിച്ച് ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കാം. നമ്മൾ വായിച്ചിട്ടുള്ളതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. അരാം രാജാവിന്റെ സേനാപതി മഹാനാണ്, മാന്യനാണ്, പരാക്രമശാലിയാണ്, ഭക്തനാണ്, പക്ഷേ കുഷ്ഠരോഗിയാണ്. അപ്പോഴാണ് വേലക്കാരി പെൺകുട്ടി, യുദ്ധ തടവുകാരി, യജമാനത്തിയുടെ ദാസി പറഞ്ഞു, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, അവിടെ ചെന്നാൽ നമ്മുടെ യജമാനന്റെ രോഗം ഭേദമാകും. അവിടെ ചെന്നു. അയാൾ പറഞ്ഞതനുസരിച്ച് നയമാൻ കേട്ടു. നയമാന്റെ ദേഹം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ രോഗസൗഖ്യം മാറി. ഇതാ നമ്മൾ വായിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു പുനർവായനയ്ക്ക് ഈ വേദഭാഗം നമുക്ക് ഒന്ന് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ആന്തരികമായി സൗഖ്യം അതാർക്ക് ലഭിച്ചു? നയമാന് ലഭിച്ചു. ഭാഗ്യസൗഖ്യത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ആന്തരികമായ സൗഖ്യം ആർക്ക് ലഭിച്ചു? നയമാന് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ആന്തരികമായി നയമാന് വല്ല രോഗവും ഉണ്ടായിരുന്നു? നയമാന്റെ ബാഹ്യ രോഗം നമുക്കറിയാം. നയമാന് ആന്തരികമായി എന്തെങ്കിലും രോഗമുണ്ടായിരുന്നു? നമുക്കൊന്ന് വായിക്കാം. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം. വേദപുസ്തകമുള്ളവർ ഓരോരുത്തർ വീതം ഉറക്ക വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മുൻപോട്ട് പോകാം. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 11-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം. എന്താ എഴുതിയിരിക്കുന്നത്? അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു. എല്ലാവരുടെയും പുസ്തകത്തിൽ അങ്ങനെ തന്നെയാണോ? വ്യത്യാസമുള്ള പുസ്തകമുണ്ടോ?
ഇല്ല. അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു. Then Naaman was very furious, very angry. പിന്നെന്താ പറഞ്ഞത്? അവൻ അവിടെ നിന്ന് പോകുക. കോപിച്ചെന്ന് മാത്രമല്ല, കോപിച്ചിട്ട് അവൻ ആ സ്ഥലത്ത് നിന്നേ പോകുകയാ. ഇനി ഞാൻ പശ്ചാത്തലം പറയണ്ടല്ലോ. നയമാന്റെ രോഗം എന്താണ്? കുഷ്ഠരോഗം. അരാം രാജ്യത്ത് ആ രോഗം ഭേദമാക്കാൻ സകല മാർഗങ്ങളും നോക്കിയിട്ട് നടന്നില്ല. പിന്നെ എവിടെ വരുന്നു? എലീശായുടെ അടുക്കൽ. എലീശ വന്നിട്ട് പറഞ്ഞു, എലീശ ഒരു ശിഷ്യനെ വിട്ടിട്ട് പറഞ്ഞു, നീ ചെന്ന നയമാനോട് പറ, യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങാൻ പറ. പക്ഷേ നയമാന്റെ പ്രതികരണം എന്താ? He was very angry and went away. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ വന്നവനാ. അന്ത്രയോസ് ബാവായുടെ കബറിടത്തിൽ വന്ന് അനുഗ്രഹം പ്രാപിക്കാൻ വന്നതാ. അപ്പോൾ അജിയച്ചൻ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇതിനകത്ത് സംസാരം പാടില്ല. സംസാരം പാടില്ലെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന നമ്മൾ എന്ത് ചെയ്യും? വായടച്ചു നിൽക്കും. എന്നാ തിരിച്ചൊന്ന് ചിന്തിച്ചേ. അജിയച്ചൻ പറഞ്ഞു, പള്ളിയിലെ അച്ഛൻ, വികാരിയെന്നൊന്നും അറിയത്തില്ല, അജിയച്ചൻ പറഞ്ഞു മിണ്ടരുത്. ഉടനെ കേറി ദേഷിച്ച്, എനിക്ക് അന്ത്രയോസ് ബാവായുടെ അനുഗ്രഹവും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും പോകത്തില്ല. കാരണം നമ്മുടെ ഉദ്ദേശം എന്താ? നമ്മുടെ പ്രയോറിറ്റി എന്താ? അനുഗ്രഹമാണ്. അപ്പൊ ഇത്തിരി കഷ്ടം സഹിച്ചാലും നമ്മൾ അനുഗ്രഹം മേടിച്ചിട്ടേ പോകത്തുള്ളൂ. മിണ്ടാതിരിക്കുന്ന അച്ഛൻ പറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല, നമ്മൾ അവിടെ നിൽക്കണമെന്ന് അച്ഛൻ പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം നമ്മുടെ പ്രയോറിറ്റി എന്താണ്? അനുഗ്രഹമാണ്. ഇവിടെ നയമാന്റെ പ്രയോറിറ്റി എന്താ? രോഗസൗഖ്യമാണ്. പക്ഷേ പ്രയോറിറ്റി രോഗസൗഖ്യമായിരിക്കെ ഇയാൾ എന്ത് ചെയ്തു? ഹി വാസ് വെരി ആംഗ്രി ആൻഡ് വെന്റ് അവേ. പോയെന്നാ പറയുന്നേ. എനിക്ക് അനുഗ്രഹവും വേണ്ട, ഒന്നും വേണ്ട. പ്രിയപ്പെട്ടവരെ, ഇത് ആ വേദഭാഗത്തിന്റെ ഒരു ട്വിസ്റ്റിംഗ് പോയിന്റ്. ആ വേദഭാഗത്തിന്റെ ഒരു ട്വിസ്റ്റിംഗ് പോയിന്റ്. ഈ സംഭവം, ഈ ഒരു വാക്ക്, അതാണ് നയമാന്റെ ആന്തരിക രോഗത്തിന്റെ ആദ്യ ഭാഗം. ഞാൻ പറഞ്ഞല്ലോ, കഥാറിക്സോ എന്ന് പറയുമ്പോൾ ക്ലെൻസ് ഔട്ട്വേർഡ്ലി അറ്റ് ദ സെയിം ടൈം ടു പ്യുവർ ഇൻവേർഡ്ലി. ബാഹ്യമായ സൗഖ്യം, ആന്തരികമായ ശുദ്ധീകരണം. ഇത് കേട്ടപ്പോഴാണ് യഹൂദന്മാർ എന്ത് ചെയ്തത്? പറഞ്ഞവനെ പിടിച്ച് കൊല്ലാൻ, കിഴുക്കാൻ തൂക്കായി കൊല്ലാൻ ശ്രമിച്ചത്. പ്രിയപ്പെട്ടവരെ, നയമാൻ എന്തുകൊണ്ടാ കോപിച്ച്? ഒരാൾ എന്തുകൊണ്ട് കോപിച്ചു എന്നത് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ കോപിച്ച് കഴിഞ്ഞ് ഒരാൾ പറയുന്ന വാക്കുകൾ മനസ്സിലാക്കിയാൽ, അയാൾ എന്തുകൊണ്ടാണ് കോപിച്ചത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. Why he was furious? അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി വന്ന നയമാൻ എനിക്ക് അനുഗ്രഹം വേണ്ട എന്ന് പറഞ്ഞ് കോപിച്ചു പോകുവാനുള്ള കാരണം എന്താണ്? പ്രിയപ്പെട്ടവരെ, തൊട്ടു താഴെ അതിന്റെ കാരണം നമുക്ക് കാണാൻ സാധിക്കും. 5-ാം അധ്യായം 11-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 11-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അപ്പോൾ നയമാൻ അവൻ തന്നെ പുറത്തു വന്ന് എന്റെ അടുത്ത് നിൽക്കണം. ആര്? എലീശ. ഈ വേലക്കാരി പെണ്ണ് വീട്ടിൽ എന്താ പറഞ്ഞത്? ഇസ്രായേലിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവിടെ ചെന്നാൽ സൗഖ്യം വരും. ഇയാള് അരാം രാജാവിന്റെ എഴുത്തും മേടിച്ചുകൊണ്ട് ആദ്യം ചെയ്യുന്നത് ഇസ്രായേൽ രാജാവിന്റെ കൊട്ടാരത്തിലാണ്. കാരണം ഡിപ്ലോമാറ്റ്സ് അല്ലേ, അപ്പം അവിടുന്ന് പുറപ്പെട്ടാൽ എഴുത്തും മേടിച്ച് പിന്നെ എവിടെ വരത്തുള്ളൂ? കൊട്ടാരത്തില. കൊട്ടാരത്തിൽ ചെന്നപ്പോഴേ ഇസ്രായേൽ രാജാവ് നെഞ്ചത്തടിക്കാൻ തുടങ്ങി. കാരണം ഒന്നാമതേ അരാം രാജാവിന്റെ മുമ്പിൽ എപ്പോഴും ഇസ്രായേൽ രാജാവിന് തോൽവിയാണ്. അപ്പൊ ഇതിങ്ങളുടെ ഒരു കാരണമാകുമല്ലോ, ഉന്തിന്റെ ഇടയ്ക്കൊരു തള്ളുകൂടെ. ഒന്നാമതേ നമ്മുടെ നാട്ടുഭാഷ പറയത്തില്ല, ഒന്നാമതേ അങ്ങനെ കിടക്കുക, അതിന്റെ കൂടെ ഒന്നുകൂടെ ഇസ്രായേൽ തോറ്റു കിടക്കുകയാണ്.
എന്നാൽ അടുത്ത യുദ്ധത്തിനൊരു കാരണം അന്വേഷിക്കുകയാ. കാരണം അരാം രാജാവിന്റെ സേനാപതിക്ക് സൗഖ്യം കൊടുത്തില്ല എന്ന പേരിൽ എന്ത് ചെയ്യും? ഇസ്രായേലിനോട് യുദ്ധം ചെയ്യും. അപ്പോഴാണ് എലീശ ആളിനെ വിട്ടിട്ട് പറഞ്ഞത്, രാജാവെ പേടിക്കണ്ട, അയാളെ ഇങ്ങോട്ട് പുറപ്പെട്ട് വിട്ടേരെ, എൻ്റെ വീട്ടിലോട്ട് വിട്ടേരെ. ആ എലീശയുടെ വീട്ടിലേക്ക് വരുന്നൊരു കാഴ്ച 2 രാജാക്കന്മാർ 5-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലുണ്ട്. അത് നിങ്ങൾ മറക്കരുത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശയുടെ വീട്ടുവാതുക്കൽ നിന്നു. ഇപ്പൊ മനസ്സിരുന്നോട്ടെ, അത് മനസ്സിരുന്നാ മതി. നയമാൻ halted at the outside door of Elisha's house. ഇപ്പൊ എവിടെ നിൽക്കുന്നേ? വീടിന്റെ പിന്നാമ്പുറത്ത്, മെയിൻ ഡോറിന്റെ പുറത്ത് നിൽക്കുകയാണ്. ഇങ്ങനെ നെളിഞ്ഞു നിൽക്കുക. കാരണം ആരാ പുള്ളിക്കാരൻ? അരാം രാജാവിന്റെ സേനാപതി, ചീഫ് കമാൻഡർ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എലീശ ആളിനെ വിട്ടിട്ട് പറഞ്ഞു, യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങ്, നിന്റെ രോഗം മാറും. മാർഗവും പറഞ്ഞു, റിസൾട്ടും പറഞ്ഞു. മാർഗം മാത്രമാണെങ്കിലും കുഴപ്പമില്ല, മാർഗവും പറഞ്ഞു. ആ മാർഗം ചെയ്താൽ ഉണ്ടാകുന്ന ഫലവും പറഞ്ഞു. എന്താ മാർഗം? യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങ്, അപ്പൊ നിന്റെ ദേഹം ശുദ്ധമാകും. മാർഗവും ഫലവും കിട്ടി. പിന്നെയും പുള്ളിക്കാരൻ എന്തിനാ ഈ ദേഷിച്ചു പോയത്? എലീശയുടെ വീട്ടിൽ വന്നത് രോഗസൗഖ്യത്തിന് വേണ്ടിയാ. എലീശ പറഞ്ഞു, യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിയാൽ എന്ത് വരും? രോഗസൗഖ്യം വരും. പിന്നെ പുള്ളിക്കാരൻ ഇത്ര മസിൽ പിടിക്കേണ്ട ആവശ്യം എന്താ? ഇത്ര തലക്കനം കാണിക്കേണ്ട ആവശ്യം എന്താ? ഇത്ര പെടലി വെട്ടിക്കേണ്ട ആവശ്യം എന്താ? അയാൾ പറയുകയാണ്, എനിക്കിത് പോരാ. ആര് തന്നെ പുറത്തു വരണം? അവൻ ആര്? പ്രവാചകൻ. അവൻ തന്നെ പുറത്തു വന്ന് എന്റെ അടുത്ത് നിൽക്കണം. അവന്റെ ദാസന്മാരൊന്നും വന്ന പോരാ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, സൗഖ്യദാന പ്രക്രിയയിൽ നയമാൻ നേരിട്ട 1-ാമത്തെ ആന്തരിക തടസ്സം, സൗഖ്യദാന പ്രക്രിയയിൽ നയമാൻ നേരിട്ട ആദ്യത്തെ ആന്തരിക രോഗം, ലളിതമായി പറഞ്ഞാൽ താഴ്മയില്ലായ്മ. താഴ്മയില്ലായ്മ, ലാക്ക് ഓഫ് ഹ്യൂമിലിറ്റി. അതാണ് നയമാൻ നേരിട്ട രോഗം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നയമാൻ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? എലീശയുടെ വീട്ടുവാതുക്കൽ. എലീശ ദാസനെ വിട്ടിട്ട് പറഞ്ഞു, നീ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങാൻ, എന്നാൽ നിന്റെ രോഗം ഭേദമാകും. ഇയാള് പറയുകയാണ്, ഇങ്ങനൊന്നും പോരാ. പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞ പോരാ, പിന്നെ എന്ത് ചെയ്യണം? അവൻ തന്നെ പുറത്തു വന്ന് എന്റെ അടുത്ത് നിൽക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സൗഖ്യദാന പ്രക്രിയയിൽ നാമും നേരിടുന്ന 1-ാമത്തെ അപകടമാണ് എന്താ? താഴ്മയില്ലായ്മ. 138-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം, യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയെയോ അവൻ ദൂരെ നിന്ന് അറിയുന്നു. നമ്മുടെയൊക്കെ ആത്മീക ജീവിതത്തിൽ ഞാനും നിങ്ങളും ഒക്കെ ദൈവാനുഗ്രഹം നഷ്ടപ്പെടുത്തുന്നതിൻ്റെ ഒരു വലിയ കാരണം നമ്മുടെ മനസ്സിലെ അഹന്തയാണ്, നമ്മുടെ മനസ്സിലെ അഹങ്കാരം, ഞാനെന്ന ഭാവം. ഇത് മനുഷ്യ ജീവിതത്തെ ഏറെ അനുഗ്രഹത്തിൽ നിന്ന് പിൻപോട്ടടിക്കും. മീഖ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം, മീഖ 6:8, മനുഷ്യ നല്ലത് എന്ത് എന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിക്കുവാനും ദയാ തൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു അവൻ നിന്നോട് ചോദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒക്കെ ഓർക്കണം, നമ്മുടെ അഹന്ത, അഹങ്കാരം അത് ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിൽ നിന്ന് നമ്മെ പിൻപോട്ട് മാറ്റും. ഗിരിപ്രഭാഷണത്തിൽ യേശുതമ്പുരാൻ പറയുന്നുണ്ട്, വിശുദ്ധ മത്തായി 5:5, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. എന്തോ ഈ സൗമ്യത എന്ന് വെച്ചാ?
സൗമ്യത എന്ന് വെച്ചാൽ എന്തുവാ? അയ്യോ അച്ഛൻ്റെ അടുത്ത് ഇരിക്കത്തില്ല. ഞാൻ പറയാം, അച്ഛൻ്റെ അടുത്ത് ഇരിക്കുന്നതിലല്ല, ഇരിക്കുന്നവല്ല വിശുദ്ധമാകേണ്ട, പിന്നെ പറയുന്നിടമാണ്. ഇരിക്കുന്നിടത്ത് ഇച്ചിരി അശുദ്ധിയുണ്ട്, അച്ഛൻ്റെ ഉണ്ട്, മെത്രാച്ചൻ്റെ ഉണ്ട്, അവിടുത്തെ സ്ഥാനികളുടെ ഉണ്ട്. കാരണം അത് അശുദ്ധിയുള്ള സ്ഥലമാണ്. എത്ര കഴുകിയാലും അശുദ്ധി ഉണ്ടാകും. ഇരിക്കുന്നിടമല്ല, പിന്നെ എവിടെയാ നന്നാകേണ്ടേ? പറയുന്നിടം നന്നാകും. ഇന്ന് കുറെ വിനയത്തിന്റെ അഭിനേതാക്കളുണ്ട്. വിനയം അഭിനയമല്ല. അതാണ് കർത്താവ് പറഞ്ഞത്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് എന്ത് കിട്ടും? എന്തോ ഈ സൗമ്യത എന്ന് വെച്ചാ കൊച്ചിന്റെ പേരോ? എന്തോ ഈ സൗമ്യത? പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സിലെ വിചാരം സൗമ്യത എന്ന് പറയുന്നത്, ഞങ്ങളുടെ അച്ഛൻ ഭയങ്കര സൗമ്യന, അച്ഛൻ്റെ കാര്യമല്ല, ഭയങ്കര സൗമ്യന എന്ന് വെച്ചാ ഒന്നും ഞങ്ങളെ പറയത്തില്ല. അതാ പറഞ്ഞ അജീച്ചൻ്റെ അല്ലെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാ ഞാനത് പറയുന്നേ. ജിനു അച്ഛൻ്റെ അല്ല, ജോസഫിന്റെ അല്ല, ബാബു അച്ഛൻ്റെ അല്ല. ഞങ്ങളുടെ അച്ഛൻ ഭയങ്കര സൗമ്യന എന്ന് വെച്ചാ, ശ്രദ്ധിക്കണം, പ്രതികരിക്കാതിരിക്കുന്നതല്ല സൗമ്യത. ഇവിടെ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്നതിന് ക്രിസ്തു പറയുന്ന വാക്ക് മൂലഭാഷയിൽ പ്രൈസ് എന്ന് പറയും. അതിന്റെ ഗ്രീക്ക് വാക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്താൽ ആ വാക്കിന്റെ സ്പെല്ലിംഗ് PREIS. എന്താണ്? പ്രൈസ്. മറ്റേ പ്രൈസിംഗ് അല്ല, PREIS. പ്രൈസ് എന്ന വാക്ക് എന്തെന്നറിയാമോ? നിങ്ങൾക്കറിയാമല്ലോ, പണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ റോയൽ സർക്കസ്, വലിയ സർക്കസ് നടക്കും. ഞാൻ എവിടെ കണ്ടാലും എൻ്റെ വീട്ടിൽ നിന്ന് പോകുമായിരുന്നു, എവിടെ സർക്കസ് ഉണ്ടായില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായി മൃഗങ്ങളുടെ അഭ്യാസം. കരടി സൈക്കിൾ ചവിട്ടുന്നു, ആന ഊഞ്ഞാലാടുന്നു, എന്തോ ഒരു അഭ്യാസമാണ്. നമ്മുടെ കേന്ദ്രമന്ത്രി മെനേക ഗാന്ധി അവര് വന്നു കഴിഞ്ഞിട്ടാണ് അവരിത് നിരോധിച്ചു, മൃഗങ്ങളുടെ അഭ്യാസം നിരോധിച്ചു. ശ്രദ്ധിക്കുക, ഈ പ്രൈസ് എന്ന് വെച്ചാൽ ഒരു സർക്കസിന് വേണ്ടി വന്യമൃഗത്തെ ഫോം ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്തെന്ന് പറയുന്നത്? പ്രൈസ്. ഒരു കാട്ടുമൃഗത്തെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഫോം ചെയ്യുന്ന, ഫോംഡ് ആൻഡ് റീഫോംഡ്, അതിന്റെ പേരാണ് എന്ത്? പ്രൈസ്. അപ്പൊ എന്തോ സൗമ്യത എന്ന് വെച്ചാ മിണ്ടാതിരിക്കുന്നതാണോ? അല്ല. പ്രതികരിക്കാതിരിക്കുന്നതാണോ? അല്ല. ഒന്നും പറയാതിരിക്കുന്നതാണോ? അല്ല. പിന്നെ എന്താ? നമ്മുടെ ഉള്ളത്തെ, കാട്ടുമുന്തിരിയായ എന്നെ നാട്ടുമുന്തിരിയാക്കുന്ന പ്രവൃത്തി, കാട്ടു സ്വഭാവമുള്ള എന്റെ മനസ്സിനെ പിന്നെ നാട്ടു സ്വഭാവം, നാട്ടു അതല്ല, പാട്ടല്ല, വന്യ സ്വഭാവമുള്ള എന്റെ മനസ്സിനെ ധന്യ സ്വഭാവമുള്ള മനസ്സാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്ത്? പ്രൈസ്. അവിടെയാണ് കർത്താവ് പറയുന്നത്, താഴ്മയുള്ളവർ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് എന്ത് കിട്ടും? അവർക്ക് എന്ത് കിട്ടും? അവർ ഭൂമിയെ അവകാശമാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിന്റെ ആദ്യത്തെ തലമാണ് എന്ത്? സൗമ്യതയുള്ളവരായി. We got to formed and reformed by God. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം, 1 പത്രോസ് 5:5, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. അതുകൊണ്ട് തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈക്കീഴ് തണലിപ്പി. നയമൻ, നീ മഹാന, നീ മാന്യന, നീ പരാക്രമശാലിയ, നാടറിയുന്ന യോദ്ധാവ. പക്ഷേ യു മിസ് വൺ തിങ്, നിനക്കൊരു കുറവുണ്ട്. എന്താണ് നിന്റെ കുറവ്? അനുഗ്രഹത്തിന്റെ അടിസ്ഥാന ഭാവമായ, അനുഗ്രഹം പ്രാപിക്കാനുള്ള അടിസ്ഥാന യോഗ്യതയായ സൗമ്യത അഥവാ താഴ്മ നിനക്ക് ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശുദ്ധ കുർബാനയിൽ എത്ര പ്രാവശ്യമാണ് നമ്മളോട് ഔദ്യോഗികമായി തല കുനിക്കാൻ പറയുന്നേ? അച്ഛന് വേണമെങ്കിൽ പ്രസംഗിച്ചിട്ട് പോകണം, ചോദ്യമൊന്നും ചോദിക്കരുത്, അല്ലയോ? ഞാൻ ഇന്റർനാഷണൽ ചോദ്യമൊന്നുമല്ല ചോദിച്ചേ,
ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നമ്മുടെ തലയ്ക്ക് എത്ര കടമുണ്ടെന്നൊന്നും അല്ല, നമ്മുടെ മന്ത്രി ആശുപത്രി കിടക്കുന്ന കാര്യമൊന്നും അല്ല. ഇതൊന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ അടുത്ത ഇലക്ഷൻ ആര് ജയിക്കുമെന്നും ഞാൻ ചോദിച്ചില്ല. ആകെ ഞാൻ ചോദിച്ചൊരു കാര്യം, നമ്മുടെ കുർബാനയിൽ എത്ര പ്രാവശ്യം തല കുനിക്കാൻ ഔദ്യോഗികമായി, അനൗദ്യോഗികമായിട്ട് നമ്മൾ ചിലപ്പോൾ കുനിച്ചോണ്ടായിരിക്കുന്നത്. അച്ഛനോട് പറയും ഇഞ്ഞു പോരെ, അവിടെ നിൽക്കണ്ട, ഇഞ്ഞു പോരെ. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. വന്നറം മുതൽ പോകുന്നിടം വരെ തല കുമ്പിട്ടിരിക്കുന്നവരുണ്ട്. ഇപ്പൊ നമ്മുടെ യുവജനങ്ങളുടെ ഒരു പ്രത്യേകത അതാണല്ലോ. മലയാളിയുടെ ഇപ്പോഴത്തെ രീതിയെ കുറിച്ച് പറയുന്ന ബെൻഡ് ഹെഡ് എന്ന് വെച്ചാൽ കുനിഞ്ഞിരിക്കുക. റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ കുനിഞ്ഞിരിക്കും, ബസ് സ്റ്റാൻഡിൽ പോയാൽ കുനിഞ്ഞിരിക്കും, പള്ളിയിൽ പോയാൽ കുനിഞ്ഞിരിക്കും. കാരണം എന്തുകൊണ്ടായിരിക്കുന്നത്? ജെൻസിക്ക് മാത്രമല്ല, 90 കിഡ്സിനും ഇപ്പൊ അങ്ങനെയാ. 2 വാക്കുകൾ അറിയാമല്ല. ജെൻസിക്ക് മാത്രമല്ല, 90 കിഡ്സും എങ്ങനെയാ ഇരിക്കുന്നത്? കുനിഞ്ഞ. അപ്പം അത് നമ്മുടെ ഒരു സ്ഥായിയായ ഭാവമാണ്. എന്ത്? അതല്ല ഞാൻ ചോദിച്ചേ. ഔദ്യോഗികമായി, ഒഫീഷ്യലായി നിങ്ങളുടെ പള്ളിയിൽ വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക്, അത് ഞായറാഴ്ച കുർബാനയാണെങ്കിലും ഇടയ്ക്കുള്ള കുർബാനയാണെങ്കിലും വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് എത്ര പ്രാവശ്യമാണ് തല കുനിച്ച് നിൽക്കാൻ ഔദ്യോഗികമായി നമുക്ക് ഇൻസ്ട്രക്ഷൻ, നമുക്ക് നിർദ്ദേശം തരുന്നത്? പഞ്ചപാണ്ഡവന്മാ കാട്ടുംകാല് പോലെ എത്ര പ്രാവശ്യം? അച്ഛന്റെ കൈ നോക്കിയിരിക്കുക, എവിടെ മടങ്ങുന്നു? എത്ര പ്രാവശ്യം? 3 times. എപ്പോഴൊക്കെ? അതാ പറഞ്ഞ അച്ഛൻ, ഇതൊക്കെ ഇങ്ങനെ ചോദ്യമൊന്നും ചോദിക്കരുത്, വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പൊക്കോണം. എപ്പോഴൊക്കെയാ തല കുനിക്കാൻ പറയുന്നത്? ആ സമയത്തൊക്കെ വന്നോ എന്നുള്ളതാ വിഷയം. ഒന്നാമതായി സമാധാനം അനുഭവിച്ചതിന് ശേഷം, അല്ലേ? പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം. രണ്ടാമതായി അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ്. മൂന്നാമതായി അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം. ഞാൻ ചോദിച്ചോട്ടെ, ഈ 3 സമയത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ട്? അടുത്ത ശനിയാഴ്ച ചൊല്ലുന്ന തിരുമേനിക്ക് ഈ 3 സമയമല്ലാതെ വേറൊരു സമയം പറയാൻ ഒക്കുമോ? ഇനി എന്തെങ്കിലും ഇവിടെ വികാരിയായാലും വരത്തില്ല. ഇനി എന്തെങ്കിലും ലോകം തിരിഞ്ഞു കറങ്ങുമ്പോ അഥവാ വികാരിയായിട്ട് വന്നാൽ എനിക്ക് ഈ 3 സമയമല്ലാതെ മറ്റൊരു സമയം പ്രഖ്യാപിക്കാൻ ഒക്കൂ? ഇല്ല. അതാണ് ഓർത്തഡോക്സ് ലിറ്റർജിയുടെ പ്രത്യേകത. ഇറ്റ് ഈസ് വെൽ ഡിസൈൻഡ് ആൻഡ് വെൽ ഡിസിപ്ലിൻഡ്. ഞാൻ വിചാരിച്ചാലും, ബാബു അച്ഛൻ വിചാരിച്ചാലും, മെത്രാച്ചൻ വിചാരിച്ചാലും, ജിനുവച്ചൻ വിചാരിച്ചാലും അതിലൊരു മാറ്റം ഇല്ല. വെൽ ഡിസൈൻഡ് ആൻഡ് വെൽ ഡിസിപ്ലിൻഡ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ 3 പ്രാവശ്യം? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ പ്രാവശ്യം എന്താ? പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം. അപ്പൊ നമ്മളോട് ശുശ്രൂഷക്കാരൻ പറയും, നിങ്ങൾ എങ്ങനെ നിൽക്കണം? തലകുനിച്ച്. പഴയ മലയാളത്തിൽ പറയുന്നത് കൊളുത്തുപോലെ തലകുനിക്കണമെന്ന. കൊളുത്തുപോലെ എന്ന് വെച്ചാല് ഒരു കല്ലട അടുത്തുണ്ടായോണ്ട് ചൂണ്ടയൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് അറിയാം. ഒരു ചൂണ്ട കൊളുത്തിരിക്കുന്നത് പോലെ. പമ്പാക്കുട പഴയ തക്സായിൽ അതായിരുന്നു ഭാഷ്യം. ഒരു കൊളുത്തുപോലെ എന്ത് ചെയ്യണം? തല കുനിക്കണം. എനിക്ക് ഏറ്റവും വലിയ രസം ഇത് പറയുന്ന കക്ഷികൾ കുനിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഏതാ അകത്തു നിന്ന് നമ്മളോട് പറയുമല്ലോ 2-3 ഒരാള് ഇപ്പൊ എങ്ങനെ നിൽക്കണം, അവനെങ്ങനെ നിൽക്കുന്നതെന്ന് അവർക്ക് അറിയത്തുള്ളൂ. അടുത്ത് നിൽക്കുന്നവര് വൈദികർ ഉൾപ്പെടെ ആ സമയത്ത് തല കുനിക്കണം. കാരണം എന്തെന്നറിയാമോ? ആ സമയത്ത് ഒരു കൃതജ്ഞതാ പ്രാർത്ഥനയാണ്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ തലകുനിച്ചു നിൽക്കുന്ന 3 സമയത്തും the prayer of thanksgiving, കൃതജ്ഞതാ പ്രാർത്ഥനയുടെ സമയമാണ്. നമുക്കിപ്പോൾ സുറിയാനിയിൽ 100-ൽ പരം 200-ൽ പരം തക്സാകളുണ്ട്. അതിൽ 13 തക്സാകൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. എല്ലാ തക്സാകളുടെയും അമ്മ തക്സായാണ് യാക്കോബിന്റെ ക്രമം. നമ്മൾ ഇത് പഠിക്കണമല്ലോ. യാക്കോബിന്റെ ക്രമം. എങ്ങനെ യാക്കോബിന്റെ ക്രമം ഉണ്ടായത്? ദിവന്നാസിയോസ് ബാർസ്ലീബി എന്ന് പറയുന്ന പിതാവ്
അദ്ദേഹം പറയുന്നു, പെന്തിക്കോസ്തി ഞായറാഴ്ചയിൽ പരിശുദ്ധാത്മാവിറങ്ങി, തിങ്കളാഴ്ച പരിശുദ്ധ മൂറോൻ കൂദാശ ചെയ്തു, ചൊവ്വാഴ്ച തബലൈത്ത കൂദാശ ചെയ്തു, ബുധനാഴ്ച നമ്മുടെ കർത്താവിന്റെ സഹോദരനായ മറിയാക്കോബ് ക്രമീകരിച്ച തക്സ കൊണ്ട് അപ്പസ്തോലിക സംഘം വിശുദ്ധ കുർബാന നടത്തി. ഇതൊക്കെ കളിയൊന്നുമല്ല കേട്ടോ. ഇതിലൊക്കെ സംബന്ധിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ യോഗമാണ്, ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞായറാഴ്ച പെന്തിക്കോസ്തിയിൽ പരിശുദ്ധാത്മാവ് വന്നു, തിങ്കളാഴ്ച പരിശുദ്ധ മൂറോൻ കൂദാശ നടത്തി, ചൊവ്വാഴ്ച വിശുദ്ധ കുർബാന ചൊല്ലുവാനുള്ള അടിസ്ഥാന മാനദണ്ഡമായ തബലൈത്ത കൂദാശ നടത്തി, ബുധനാഴ്ച ആ തബലൈത്തായിൽ അപ്പസ്തോലിക സംഘം യാക്കോബ് തയ്യാറാക്കിയ തക്സ കൊണ്ട് എന്തു ചെയ്തു? വിശുദ്ധ കുർബാന നടത്തി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ക്രമങ്ങളുടെയും അമ്മക്രമമാണ് ആരുടെ ക്രമം? യാക്കോബിന്റെ ക്രമം. അതിലൊരു മാറ്റവും നോക്കത്തില്ലെന്നേ. നിങ്ങൾ നാളെ പറയുക ഞങ്ങൾ പുതിയ അച്ഛൻ വന്ന പിന്നെ ഇത് തിരിച്ചു പിടിച്ചേക്കാം. ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇതിനൊരു കൃത്യമായ ക്രമമുണ്ട്, ആ ക്രമത്തെ മാറ്റാൻ പറ്റത്തില്ല. ഞാൻ അതിലേക്ക് ലിറ്റർജിക്കൽ ഒരു ഫിനോമിനയിലേക്ക് പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ഒന്നാമത് തലകുനിച്ചു നിൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന അച്ഛൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്. യാക്കോബിന്റെ തക്സായിൽ ഉയരത്തിൽ വസിക്കുകയും എളിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന മഹാകാരുണ്യവാനായ കർത്താവേ, തിരുമുമ്പാകെ തലകുനിച്ചിരിക്കുന്നവർക്ക് നിന്റെ അനുഗ്രഹങ്ങളെ സമൃദ്ധിയായി നൽകണമേ. നിന്റെ ഏകപുത്രന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കാനാ, ദൈവത്തിന്റെ കൃപ ലഭിക്കാനാ, ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, അവനവന്റെ പള്ളിയിൽ ലഭിക്കാത്ത ഒരു കൃപയും എവിടെ ചെന്ന് രജിസ്റ്റർ ചെയ്താലും റീചാർജ് ചെയ്താലും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഞാൻ ആരെയും കുറ്റമൊന്നും പറയുകയല്ല. ഞാൻ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ, ഇപ്പം നിങ്ങളുടെ പള്ളി എന്നൊന്നും പറയത്തില്ല, എനിക്ക് ഇവിടുന്ന് പോകണം കേട്ടോ, ആരും എൻ്റെ വണ്ടിയുടെ കാറ്റൊന്നും അഴിച്ചു വിടല്ലേ. ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഓർത്തഡോക്സുകാരൻ്റെ വീട് എന്തൊക്കെയാണ് തൂക്കിയിട്ടേക്കുന്നത്, ഏതൊക്കെ കലണ്ടറാ തൂക്കിയിട്ടേക്കുന്നത്, ഏതൊക്കെ മാസികയാണ്. എടാ, നിന്റെ പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് കിട്ടാത്ത അനുഗ്രഹം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ആ സമയത്ത് നീ പള്ളി കയറിയോ? നിങ്ങളെ അല്ല, ജനറൽ മുന്നിരിക്കുന്നവരെ അല്ല കേട്ടോ. ആരെന്തൊക്കെ ഉണ്ടാവും, ആരെണ്ടൊക്കെ കുറിച്ചേ പറഞ്ഞുള്ളൂ, എല്ലാവരെയും കുറിച്ചല്ല. ആ സമയത്ത് നീ പള്ളി കയറിയോ? അച്ഛൻ എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങൾക്കായി തലകുനിച്ച് നിൽക്കുന്നവർക്ക് നിന്റെ കൃപകളെ നീ വർഷിക്കണമേ. എടാ കുഞ്ഞെ, മൈക്കിന്റെ മുമ്പിൽ നീ വൃത്തിയായിട്ട് വായിക്കുന്ന നീയും വായിച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? കുനിഞ്ഞു നിൽക്കണം, കുനിഞ്ഞു നിൽക്കണം. അപ്പൊ നിന്റെ ശിരസിലേക്ക് വൈദികൻ പ്രാർത്ഥിക്കുമ്പോ നിന്റെ ശിരസിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധിയായി ദൈവം തമ്പുരാൻ നൽകും. എനിക്ക് ഓരോ തക്സായുടെയും പ്രാർത്ഥനകൾ നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാരണം ഈ 13 തക്സാകളുടെയും പ്രാർത്ഥന നടത്തി അത് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. രണ്ടാമത്തത്, എപ്പോഴാ തല ഉണിക്കണ്ടേ? അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ്. അച്ഛൻ എന്താ പ്രാർത്ഥിക്കുന്നത്? സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യപ്പമായ മശിക, കെടാത്ത അഗ്നി നരകത്തിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ആമീൻ പറയാറുണ്ടോ? ഉണ്ട്. ശരീരങ്ങളെ കാത്തുകൊള്ളണമേ. എങ്ങനെ? വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ. ഈ ശരീരം കൊണ്ട് എൻ്റെ ശരീരം വിശുദ്ധീകരിക്കപ്പെടുവാനും ഈ രക്തത്താൽ എൻ്റെ ആത്മാവ് പ്രശോഭിക്കുവാനും ബോധ്യതയോടെയാണ് ഈ കുർബാന അനുഭവിക്കുന്നത്. അതോ പെണ്ണമ്മ പോകുമ്പോൾ പൊന്നമ്മയും കൂടെ പോവാണ്? ബോധ്യതയോടെയാണ് ഇത് അനുഭവിക്കുന്നത്. അഗ്നിമയന്മാർ ആരെ നോക്കിൽ വിറച്ചിടുന്നു, അവനെ മേശയിൽ
അപ്പം വീഞ്ഞായി നീ കാണുന്നു. മാലാഖമാർ നോക്കുമ്പോൾ വിറയ്ക്കുകയാണ്. they were trembling, വിറയ്ക്കുകയാണ്. കാരണം അവരുടെ നേത്രങ്ങൾ കൊണ്ട് ആ തമ്പുരാനെ കാണാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് വിറയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മാലാഖമാർ നിൽക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാ പരിശുദ്ധ മദ്ബഹ. എന്നെ കേൾക്കുന്ന ശുശ്രൂഷക്കാരെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹത്തോടെ പറയട്ടെ, നിന്റെ കാൽ വെക്കുമ്പോ നീ പൊട്ടിക്കരയണം. കാരണം ഇതിൽ പരം ഒരു ഭാഗ്യം എനിക്കും നിനക്കും കിട്ടാനില്ല. അത് ഈ കുപ്പായം ഇടുന്നതിന്റെ പ്രത്യേകതയൊന്നുമല്ല, എത്ര കുപ്പായം ഇടുന്നതും അല്ല. പക്ഷേ ആ പടിയിൽ ചവിട്ടാൻ കിട്ടുന്ന ഭാഗ്യം, മാലാഖമാർ നിൽക്കുന്ന സ്ഥലം. പ്രിയപ്പെട്ടവരെ, മാലാഖമാർ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവനെ അപ്പവും വീഞ്ഞുമായി നീ കാണുന്നു. അപ്പോഴാണ് അച്ഛൻ പ്രാർത്ഥിക്കുന്നത്, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യപ്പമായ മശിക, കെടാത്ത അഗ്നി നരകത്തിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ കാത്തുകൊള്ളണമേ. മൂന്നാമത് എപ്പോഴാ തലകുനിക്കുന്നേ? അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം. പക്ഷേ ആ വാക്കും ആ സമയം അതാണെങ്കിലും അത് തന്നെയാണ് എന്നെനിക്ക് അത്ര ഉറപ്പിച്ചു പറയാൻ പറ്റുന്നില്ല. കാരണം അനുഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ തലകുനിച്ചു. ഇനിയും തലകുനിക്കുന്നത് അനുഭവിച്ച് കഴിഞ്ഞിട്ടാണെന്ന് പറയാം, എങ്കിലും അതിനേക്കാൾ വലിയൊരർത്ഥമുണ്ട്. എന്തെന്നറിയാമോ? അപ്പോൾ തലകുനിച്ചു നിൽക്കുമ്പോ പട്ടക്കാരൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, അങ്ങയുടെ രണ്ടാമത്തെ വരവിൽ നിത്യനാശത്തിന് ഞങ്ങളെ നീ വിട്ടുകൊടുക്കരുതേ. കർത്താവ് രണ്ടാമത് വരുമോ? വരുമോ? കർത്താവ് രണ്ടാമത് വരുമോ? അത്ര വിശ്വാസം പോരാ, കൊടയൊക്കെ പിടിക്കുന്നേ ഉള്ളൂ. കർത്താവ് രണ്ടാമത് വരുമോ എന്നാ പിന്നെ ഇതിന് അർത്ഥമില്ല കേട്ടോ. ഈ നടത്തുന്ന ഒരു കർമ്മങ്ങൾക്കും അർത്ഥമില്ല. ഈ പെരുന്നാളിന് അർത്ഥമില്ല. ഈ പെരുന്നാളിന്റെ പ്രദക്ഷിണം തമ്പുരാന്റെ രണ്ടാമത്തെ വരവിന്റെ മുൻകുറിയ. ഇതൊക്കെ മനസ്സിലാക്കാതെ ചുമ്മാ ചെണ്ടയടിച്ച് ബാൻഡ് മേടിച്ച് തലയും കുത്തി പെരുന്നാൾ പ്രദക്ഷിണത്തിന് പോകുന്നേ. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ നടക്കുന്ന സ്വർഗീയ പ്രദക്ഷിണത്തിന്റെ മുൻകുറിയ. പള്ളിയിൽ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ട് ദേവാലയത്തിൽ തിരികെ എത്തുന്ന പ്രദക്ഷിണം, അക്ഷങ്ങളെ വലം വെക്കുന്ന യാത്ര. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ വരവിൽ നിത്യനാശത്തിന് ഞങ്ങളെ നീ വിട്ടുകൊടുക്കരുതേ. അച്ഛനിത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എങ്ങനെ നിൽക്കുന്നു? കൊളുത്തുപോലെ തലകുനിച്ച്. സമയത്തിന്റെ അപര്യാപ്തത കൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. നയമാൻ, നിനക്കെല്ലാ യോഗ്യതയുമുണ്ട്. പക്ഷേ സൗഖ്യദാനത്തിന്റെ അടിസ്ഥാന പ്രഭവമായ അടിസ്ഥാന യോഗ്യതയായ the basic precondition of healing അത് നിന്നിൽ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞു യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങാൻ. റിസൾട്ടും പറഞ്ഞു. പക്ഷേ വീണ്ടും നിനക്ക് എന്ത് പറ്റിയത്? കോപിച്ചതിന്റെ കാരണം അടിസ്ഥാന ഭാവം അവനിൽ നഷ്ടപ്പെട്ടു. നമുക്കിതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ നമുക്കപ്പോൾ ചിന്തിക്കാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം എടുക്കില്ല, കാരണം അതും കൂടെ പറഞ്ഞാലേ നിങ്ങൾക്കിത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ഏലീശായുടെ വീട്ടുവാതുക്കൽ നിന്നവൻ ഏലീശ പറഞ്ഞത് കേട്ട് എന്തു ചെയ്യുന്നു? കോപിച്ചു പോകുന്നു. നമുക്ക് അനുഗ്രഹത്തിന്റെ അടിസ്ഥാന ഭാവമാണ് എന്ത്? താഴ്മ. അതിൻ്റെ ഒരു പ്രകട ഭാവമാണ് പരിശുദ്ധ നോമ്പിൽ നമ്മൾ കുമ്പിടുന്നത്, ജെനിഫ്ലിക്ഷൻ. നമ്മൾ കുമ്പിട്ട് നമസ്കരിക്കുന്നത് നമ്മുടെ താഴ്മയുടെ, നമ്മുടെ അനുതാപത്തിന്റെ, ദൈവത്തിന്റെ, കർത്താവിന്റെ പാദങ്ങളെ ചുംബിക്കുന്നതിന്റെ ഒരടയാളമാണ്. അത് നടുവയ്യ, കാലുവയ്യ, വളയത്തില്ല, ഇതൊക്കെ വളയും. വളയേണ്ട സമയമാകുമ്പോൾ വളയും. ഇപ്പൊ എനിക്ക് നാളെ ക്യാൻസർ ആണെന്ന് അറിഞ്ഞാൽ ഇത് വളഞ്ഞേ കുത്തി എടുക്കാനൊക്കത്തുള്ളൂ. എവിടെ നിന്നറിയാമോ? പുറകത്തുനിന്ന് വളയ്ക്കും. അവര് വളച്ചേ ഇത് കുത്തിയെടുക്കത്തുള്ളൂ. കാരണം ഇത്ര കൃത്യമായിട്ട് വളഞ്ഞാലേ ഈ പുറകു ഭാഗത്തു നിന്ന് മജ്ജ വെളിയിലോട്ട് തള്ളി സിറിഞ്ചിലോട്ട് അത് കയറത്തുള്ളൂ. എന്റെ പുന്നമ്മാമേ, ഇവിടെ വളഞ്ഞില്ലെങ്കിൽ എവിടെയെങ്കിലും വളയേണ്ടി വരും. 90-ാം വയസ്സിൽ മാത്യൂസ് ദിയം ബാബായ്ക്ക് വളയാമെങ്കിൽ 92-ാം വയസ്സിൽ
ദിദിമോസ് പ്രഥമൻ ബാബായിക്ക് രണ്ടുപേരും നമ്മൾ കണ്ടതാണ്, നമ്മുടെ മുമ്പിൽ കണ്ടതാണ്. വളയാമെങ്കിൽ എൻ്റെ അമ്മാമ്മയ്ക്ക് എന്താ വളഞ്ഞാൽ, അച്ഛൻ എന്താ വളഞ്ഞാൽ? വളയത്തില്ല എന്നത് നമ്മൾ നേരത്തെ അങ്ങ് പറഞ്ഞിരിക്കുക. വളയത്തില്ല. അങ്ങനെ വളയത്തില്ലെങ്കിൽ കസേരയിലോട്ട് കൈ കുത്തിയിട്ട് പുതുക്കെ നോക്കി വളയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ താഴ്മയുടെ പ്രകടഭാവമാണ് എന്താ? കുമ്പിടി. ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ നോമ്പ് കാലങ്ങളിൽ ഉച്ച സമയത്ത് 40 പ്രാവശ്യം നമ്മുടെ വീടുകളിൽ കുമ്പിട്ടിരുന്നു. അതിന്റെ ഒന്നും വിവരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. 40 പ്രാവശ്യം കുറിയേലായിസോൻ, കർത്താവേ കരുണ ചെയ്യണമേ, കർത്താവേ കൃപയുണ്ടായി കരുണ ചെയ്യണമേ, കർത്താവേ ഉത്തരമരുളി കരുണ ചെയ്യണമേ, കർത്താവേ കരുണ ചെയ്യണമേ എന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ച ഒരു തലമുറ. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ആ കണ്ണുനീരിന്റെ ഫലമാകട്ടെ. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, ഇത് റീചാർജ് ചെയ്യാൻ എവിടെയെങ്കിലും പോയി മുദ്ര കുത്തിയാൽ ഒക്കത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ചില പരിപാടി ഉണ്ടല്ലോ, ആലപ്പുഴയ്ക്ക് അടുത്ത് പോയാൽ മതി, റീചാർജ് ചെയ്ത് കിട്ടും. ഇവിടെ റീചാർജ് ഇല്ല. ഇവിടെ റീചാർജിങ് നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇതിൽ കൂടെയാ. കുമ്പിടിയിലും നമസ്കാരവും പ്രാർത്ഥനയും നോമ്പും ഉപവാസവും കുംഭസാരവും വിശുദ്ധ കുർബാനയും അതിലൂടെ എന്ത് ചെയ്യും? റീചാർജ് ചെയ്യും. പെരുന്നാൾ ആഘോഷങ്ങൾ അതിലൂടെ എന്ത് ചെയ്യും? റീചാർജ് ചെയ്യും. പരിശുദ്ധന്റെ കബറിടങ്ങൾ അതിലൂടെ എന്ത് ചെയ്യും? റീചാർജ് ചെയ്യും. താഴ്മയോടെ കർത്താവേ ഉന്നത ഭാവം തന്നെത്താനെ നടിക്കാത്ത നികളമശേഷമകറ്റുന്ന നിർമ്മല ചിത്തം നൽകണമേ. ബഹുമാന പ്രിയമറ്റതുമാം അപമാനത്തെ സഹിപ്പതുമാം കീർത്തിയിലുയരാത്തതുമായ നിർമ്മല ചിത്തം നൽകണമേ. അപമാനത്തെ സഹിച്ചൊരു പിതാവായത് കേട്ടോ. അപമാനത്തെ സഹിച്ചത് കൊണ്ട് ഇന്ന് അനേകം പേർക്ക് ബഹുമാനം കൊടുക്കുവാൻ ദൈവസന്നദ്ധിയിൽ മധ്യസ്ഥനായി തീർന്നിരിക്കുന്നു. കുഞ്ഞെ, അപ്പച്ച, നമ്മുടെ താഴ്മ അതാണ് ദൈവാനുഗ്രഹം നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള അടിസ്ഥാന യോഗ്യത. അത് നമ്മൾ മാത്രം വിചാരിച്ചാൽ ഒക്കത്തില്ല. ദൈവത്തിന്റെ കരുണ വേണം. ദൈവമേ, എനിക്കൊരു താഴ്മ തരണമേ. ഞാൻ വീണ്ടും പറയുക, താഴ്മയെന്ന് പറയുന്നത് ഒന്നും മിണ്ടാതിരിക്കുന്നതല്ല, നിരുത്തരവാദിത്വമല്ല. നമ്മൾ എന്താണ് താഴ്മ? പ്രൈസ് എന്ന് വെച്ചാൽ ഫോം ടു മൈ ഗോഡ്. എന്റെ വന്യമായ സ്വഭാവത്തെ ദിവ്യമായ സ്വഭാവമാക്കുമ്പോൾ അവിടെ എന്ത് വരും? അവിടെയാണ് അനുഗ്രഹം. അല്ലാതെ അച്ഛൻ എന്ന നിലയിൽ ഞാൻ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അവിടെ അങ്കിളിന് എന്തു തോന്നും, ആന്റിക്ക് എന്തു തോന്നും എന്ന് വിചാരിച്ച് ഞാൻ പറയാതിരുന്നാൽ അത് താഴ്മയാണെന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. അത് തെറ്റിദ്ധാരണയാണ്, അതല്ല താഴ്മ. പിന്നെന്താണ്? പ്രൈസ്. എന്റെ വന്യമായ ഭാവത്തെ എന്താക്കണം? ധന്യമായ ഭാവം. ധന്യമായ ഭാവം. അതുകൊണ്ട് എല്ലാവരോടും ദേഷ്യപ്പെടാനുള്ള ലൈസൻസും അല്ലത്. ആവശ്യത്തിന് ഉത്തരവാദിത്ത ബോധത്തോടെയുള്ള പെരുമാറ്റം. രണ്ടാമത്തെ ചിന്തയിലേക്ക് നമുക്ക് പെട്ടെന്ന് കടന്നു വരാം. ഒന്നാമതായി നയമാൻ പറഞ്ഞു, അവൻ തന്നെ എന്ത് ചെയ്യണം? പുറത്തു വരണം. അപ്പോ അത് നടക്കാത്തത് കൊണ്ട് ഇയാൾ എന്ത് ചെയ്തു? തിരിച്ചുപോയി. പോകുന്ന വഴിക്ക് രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞു. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 11-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം നോക്കിക്കോണം. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവിടെ ഇരുന്നേ പറയണം. 2 രാജാക്കന്മാർ 5-ന്റെ 11-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം. പോകുന്ന വഴിക്ക് നയമാൻ പറയുക, അവൻ പുറത്തു വന്ന് എന്റെ അടുത്ത് നിൽക്കണമെന്ന് മാത്രമല്ല, തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തന്റെ കൈ ആ സ്ഥലത്തിന് മീതെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കും എന്ന് ഞാൻ വിചാരിച്ചു. സത്യമാണോ? ഞാൻ ഈ പറഞ്ഞത് തന്നെയാണോ പുസ്തകത്തിൽ? വെരി ഗുഡ്, വെരി ഗുഡ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് അയാൾ ചെയ്തത്? അയാൾ വിചാരിച്ചത് എന്താ? അവൻ പുറത്തു വരും, എന്നിട്ടൊരു മാജിക്ക് കാണിക്കും. എന്താ മാജിക്ക്? ആ സ്ഥലത്തിന് മീതെ, ഏത് സ്ഥലമാ? കുഷ്ഠരോഗം ബാധിച്ചിരിക്കുന്ന സ്ഥലത്തിന് മീതെ കൈ ഇങ്ങനെ ആട്ടി കുഷ്ഠരോഗിയെ സൗഖ്യമാക്കും എന്ന് ഞാൻ വിചാരിച്ചതൊന്ന്, പറഞ്ഞത് മറ്റൊന്ന്. പറഞ്ഞത് എന്താ? യോർദാനിൽ പോയി എത്ര പ്രാവശ്യം? 6.
8 അല്ല 7 പ്രാവശ്യം നീ എന്ത് ചെയ്യണം? മുങ്ങണം. അപ്പോൾ നിന്റെ ദേഹം പഴയതുപോലെ. പക്ഷെ ഇയാള് പറയുക, അത് വേറെ പരിപാടി, അതിനൊന്നും എന്നെ കിട്ടത്തില്ല. ആ കൈ ആട്ടി എന്നെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പ്രിയപ്പെട്ടവരെ, സൗഖ്യദാനത്തിന്റെ മുൻവിധികൾ, ദ പ്രിജുഡൈസസ്, അത് അനുഗ്രഹത്തിന് തടസ്സമായി. മുൻവിധികൾ. തന്റെ കൈ ആ സ്ഥലത്തിന് മീതെ. സൗഖ്യദാനത്തിന്റെ രൂപരേഖ ഈ PhD ചെയ്യുന്ന പിള്ളേർക്ക് അറിയാം. അവര് PhD അതിനെ എൻറോൾ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന വിഷയത്തെക്കുറിച്ചൊരു സ്കീമ ഉണ്ടാക്കണം. സ്കീം ഓഫ് വർക്ക്. എങ്ങനെയൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്യും എന്നതിന് ഒരു സ്കീം ഓഫ് വർക്ക് വേണം, ഒരു സ്കീമ വേണം. ഇവിടെ നയമാൻ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്, സൗഖ്യദാനത്തിന് എന്തുകൊണ്ടാ വന്നേ? ഒരു സ്കീമ കൊണ്ടാ, ഒരു രൂപരേഖ കൊണ്ടാ, ഒരു മാനദണ്ഡം കൊണ്ടാ അയാൾ വരുന്നത്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോട് പറയട്ടെ, ദൈവത്തിന്റെ മുമ്പിൽ യാതൊരു രൂപരേഖകൾക്കും നിലനിൽപ്പില്ല. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. സഭാപ്രസംഗി 3:14. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതം എന്ന് ഞാൻ അറിയുന്നു, അതിനോട് ഒന്നും കൂട്ടുവാനും ഒന്നും കുറയ്ക്കുവാനും കഴിയില്ല. അതങ്ങനെ തന്നെയാണ്. ദാറ്റ് ഈസ് സ്റ്റാറ്റിക്. അതങ്ങനെ തന്നെയാണ്. പിന്നെ ആകെ ചെയ്യാനൊക്കുന്നത്, നിന്തിരുമനസ്സിനെ ഞാൻ അറിഞ്ഞ് ഞാനതിനെ ചെയ്യുവാനായി, നിൻ തിരുമനുഗുണമതിനാലേ എനിക്കു നീ മനോഗുണം ചെയ്യണമേ. വല്ല ബന്ധമുണ്ടോ? ഇപ്പൊ പാടിയ പാട്ടും നമ്മുടെ ജീവിതവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇതുവെല്ലാം പാടാറുണ്ടോ? കഷ്ടങ്ങൾ ആര് പറഞ്ഞു സാരമില്ലെന്ന്? വരുമ്പോ അറിയാം കഷ്ടങ്ങൾ സാരമുണ്ടോ. നീ പള്ളിയുടെ കൂതാശിക്കും പണ്ടിപ്പണിക്കും ഈ അജിയച്ചനോടും ജിനുവച്ചനോടും ട്രസ്റ്റിയോടും ചോദിച്ചാൽ അറിയാം കഷ്ടങ്ങൾ. ബാബുവച്ചനോട് ചോദിച്ചാൽ അറിയാം കഷ്ടം സാരമുണ്ടോ. ജോസഫിനോട് ചോദിച്ചാൽ അറിയാം. നിങ്ങൾ ഓരോരുത്തരോടും ചോദിച്ചാൽ അറിയാം കഷ്ടങ്ങൾക്ക് സാരമുണ്ടോ. എന്തിനാ ഇങ്ങനെയൊക്കെ പാട്ട് എഴുതുന്നേ? കുറച്ചു നാൾ കഴിഞ്ഞിട്ട് അടുത്ത പാട്ട്, കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, ദുഃഖങ്ങൾക്ക് ഹേതുവുണ്ട്. എന്നാൽ യഥാർത്ഥ ഭാവം എന്താ? കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ മാറത്തില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം മാറ്റമില്ലാത്തവന്. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതം എന്ന് ഞാൻ അറിയുന്നു, അതിനോടൊന്നും കൂട്ടുവാനും അതിൽ നിന്ന് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, കർത്താവേ കരുണ തോന്നണേ, കരുണ തോന്നണേ. നിരന്തരം വിളിച്ചോണം, കരുണ തോന്നണേ. ഇവിടെ വന്ന് ഈ തിരുശേഷിപ്പിടത്തിന്റെ മുമ്പിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കരുണ തോന്നാൻ പറയണേ. പറയും. നമുക്കതാണ് ആവശ്യം. കാരണം ദൈവത്തിന്റെ രൂപരേഖകൾക്ക്, മനുഷ്യനുണ്ടാക്കുന്ന മാനദണ്ഡങ്ങൾ കൊണ്ട് ഒരു മാറ്റവും ഉണ്ടാകില്ല. ഇന്ന് ദൈവത്തിന്റെ രൂപരേഖകളെ മറിക്കാനും മറയ്ക്കാനുമാണ് ദൈവാത്മാവിനെ പോലും ഉപയോഗിക്കുന്നത്. അത് 100% വ്യാജമാണ്. സാധാരണയായിട്ട് ഇപ്പൊ പറയുന്നൊരു വാക്കുണ്ട്, ഡോക്ടർ ഷോപ്പിംഗ് എന്ന് പറയും. കല്ലടക്കാർക്ക് ആ സ്വഭാവം ഇല്ല എന്നെനിക്കറിയാം. എന്തെങ്കിലും ഒരു മൂക്കിപ്പനി വന്നാൽ ഒരു ഡോക്ടറെ പോയി കാണും. അദ്ദേഹം പറഞ്ഞാലും നമുക്ക് തൃപ്തി വരത്തില്ല. ശാസ്താംകോട്ടെ ആശുപത്രിയിലെ ഡോക്ടറെ കണ്ട് ഡോക്ടർ മരുന്നൊക്കെ എഴുതും, എന്നാലും തൃപ്തിയില്ല. എന്നിട്ട് ഗൂഗിളിലെല്ലാം കൂടെ നമ്മൾ എല്ലാ സിംറ്റവും വെച്ച് സെർച്ച് ചെയ്യും. എന്നിട്ട് അവിടെ പോയി നായസ് ഹോസ്പിറ്റലിൽ പോകും. അവിടെ നിന്നും തൃപ്തിയില്ല. പിന്നെ എവിടെ പോകും? സങ്കേഴ്സിൽ പോകും. അവിടെയും തൃപ്തിയില്ല. പിന്നെ എവിടെ പോകും? പിന്നെ ബെൻസിഗറിൽ പോകും. അവിടെയും തൃപ്തിയില്ല. പിന്നെ മിഷൻ ആശുപത്രിയും വരും. അവസാനം ഇങ്ങനെ തൃപ്തിയില്ലാതെ പോയി രോഗവും മാറത്തില്ല, ആകുലതയുമായി, മനുഷ്യ ജീവിതം ആസന്നമായി. എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിന്റെ ഒപ്പീനിയൻ ചോദിക്കേണ്ടെന്നല്ല. ഇതാ ഇന്നത്തെ ആധുനിക തലമുറയെ ബാധിച്ചിരിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ. അതിന്റെ പേരാണ് ഡോക്ടർ ഷോപ്പിംഗ്. എന്താ അതിന്റെ പേര്? ഡോക്ടർ ഷോപ്പിംഗ് എന്ന് പറയും. ഇത് ഭൗതികതയിൽ ഡോക്ടർ ഷോപ്പിംഗ് ആണെങ്കിൽ ആത്മീകതയിൽ വന്നിരിക്കുന്നതാണ് എന്ത്?
ഗോഡ് ഷോപ്പിംഗ്. എവിടെ പോകണമെന്നറിയത്തില്ല. തിങ്കളാഴ്ച അവിടെ, ചൊവ്വാഴ്ച ഇവിടെ, ബുധനാഴ്ച മറ്റെടുത്ത്, വ്യാഴാഴ്ച വേറെ, വെള്ളിയാഴ്ച വേറെ, ശനിയാഴ്ച വേറെ, ഞായറാഴ്ച വേറെ. അത് കൂടുതലും ഇവിടുത്തെ സ്ത്രീകളല്ല, ഇവിടുത്തെ അല്ല ഞാൻ ഈ പറയുന്നതൊന്നും, വേറെ എങ്ങാണ്ടത്തെ കാര്യമാണ്. കൂടുതലും സ്ത്രീകളാണ്. ഇങ്ങനെ അങ്ങ് പോകുക. അപ്പം ഞാൻ ചോദിക്കുക, അച്ചായൻ ആരാ വെള്ളം വെച്ച് കൊടുക്കുന്നത്? ഒരു കാപ്പിയാനത്തെ ആര് കൊടുക്കും? ഇങ്ങനെ കാപ്പി വെള്ളം കിട്ടുന്നിടത്ത് പോയാൽ നമ്മൾ ആരെ കുറ്റം പറയണം? പ്രിയപ്പെട്ടവരെ, ദൈവം നിത്യനാണ്, അവന് മാറ്റമില്ല. ആ ദൈവത്തെ നമ്മുടെ ഉള്ളിൽ കാണണം, ദൈവത്തെ ഉള്ളിൽ തിരിച്ചറിയണം. നമുക്കൊരു രൂപരേഖയും ആർക്ക് കൊടുക്കണ്ട? ദൈവം മുമ്പിൽ. നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചതുപോലെ പറയണം, കർത്താവേ, അങ്ങേക്ക് ഹിതകരമായതും ഞങ്ങൾക്ക് പ്രയോജനകരമായതും ഞങ്ങൾക്ക് നീ തരണം. അങ്ങേക്ക് ഹിതകരമായതും ഞങ്ങൾക്ക്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഞാൻ മുമ്പ് പാടിയത്. നിൻ തിരുമനസ്സിനെ ഞാൻ അറിഞ്ഞ ഞാൻ അതിനെ ചെയ്യുവാനായി, നിൻ തിരുമനോഗുണം അതിനാലെ എനിക്കു നീ മനോഗുണം ചെയ്യണമേ. രാത്രിയിൽ അത്താഴം കഴിഞ്ഞ് വീടിൻ്റെ സാക്ഷായിട്ട് കഴിഞ്ഞ് അപ്പച്ചനും അമ്മച്ചിയും മക്കളും കൂടെ സൂത്താറ നമസ്കരിക്കുമ്പോൾ ചൊല്ലുന്ന അപ്രേമിന്റെ ബോവുസയ, നാളത്തെ ദിവസം എന്താണെന്നറിയില്ല, നാളെ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്നറിയില്ല. പക്ഷെ ഒന്നേ അവർക്ക് ചോദിക്കാനുള്ളൂ, നിന്റെ മനസ്സിനെ എനിക്കൊന്ന് മനസ്സിലാക്കണമേ. ഈ ഉറക്കം നിന്റെ മനസ്സിനെ മനസ്സിലാക്കുന്ന സമയമാകണമേ. നയമാൻ എന്തു ചെയ്തു? രൂപരേഖകളുമായി വന്നതുകൊണ്ട് അയാൾക്ക് സൗഖ്യം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന് നിശ്ചിതമായൊരു വഴിയുണ്ട്. ആ വഴിക്ക് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടുമില്ല. 37-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിനക്ക് നിർവഹിക്കും. ഒരു ട്രസ്റ്റ് ഇൻ ഗോഡ്, ആങ്കറിംഗ് ഇൻ ഗോഡ്. എന്ത് സംഘർഷങ്ങൾ വന്നാലും, എന്ത് സങ്കടങ്ങൾ വന്നാലും, ഏതൊക്കെ അവസ്ഥകൾ എന്നെ പിൻപോട്ട് നയിച്ചാലും, ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നടക്കണം എന്ന വിചാരത്തോടെ ദൈവം മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അനുഗ്രഹത്തിലേക്ക് വരും. അല്ലാതെ ഈ കൈയാട്ടാനും ഈ കാലാട്ടാനും കുലുക്കാനും ചാടാനും പോയാൽ തൽക്കാലം ഒരു വ്യാജ പ്രതിച്ഛായ ഉണ്ടായെന്ന് വരും, പക്ഷേ നിത്യമായ സൗഖ്യം ഉണ്ടാകില്ല. 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമതായിട്ട് എന്താണ്? ലാക്ക് ഓഫ് ഹ്യൂമിലിറ്റി, താഴ്മയില്ലായ്മ. രണ്ടാമത് എന്താണ്? പ്രിജുഡിസ്, മുൻവിധി. സൗഖ്യദാനത്തിന് കൊണ്ടുവന്ന രൂപരേഖ. അങ്ങനെ ഇയാള് കോപിച്ച്, ഇനി ആ ഭാഗത്തേക്ക് പോകണം. 2 രാജാക്കന്മാർ. ഏത് ഭാഗമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വെരി ഗുഡ്, ദൈവത്തിന് സ്തോത്രം. ഇത്രയും നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ശ്രദ്ധിക്കുന്നല്ലോ, ഇത്രയും മതി എനിക്ക്. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1 മുതൽ ഇപ്പൊ എത്രാമത്തെ വാക്യം വരെയായി? 11 വരെയായി. 12-ാമത്തെ വാക്യം. ഇയാൾ പോകുന്ന വഴിക്ക് 1 പറഞ്ഞു, അവൻ തന്നെ പുറത്തു വന്ന് എൻ്റെ അടുത്ത് നിൽക്കണം. 2 പറഞ്ഞു, എന്നിട്ട് തൻ്റെ കൈ നീട്ടി ഇങ്ങനെ ആട്ടി എന്നെ സൗഖ്യമാക്കുമെന്ന് വിചാരിച്ചു, അങ്ങനെ പറഞ്ഞു. 3-ാമതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ദമ്മശേക്കിലെ നദികളായ അബാനും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാൾ നല്ലതല്ലയോ? കുളിക്കാനാണെങ്കിൽ എനിക്ക് അവിടെ. വളരെ ജെന്യുവിനായ ഒരു ചോദ്യം, വളരെ ലോജിക്കലായ ഒരു ചോദ്യം. എടാ, കുളിക്കാൻ ഞാൻ എന്തിനാ ഇവിടെ വരെ വരുന്നേ? എനിക്ക് അവിടെ കുളിച്ചാ പോരെ? മാത്രമല്ല, അവിടുത്തെ കുളി ഒരു രാജകീയ കുളിയാണ്. അരാം രാജാവിന്റെ കുളി കഴിഞ്ഞാൽ അടുത്ത കുളി ആരുടേതാ? സൈന്യാധിപന്റെതാ. അരാമിലെ നദികൾ അബാനും പർപ്പരും വിശാലമായ നദികൾ. കുളിക്കാനാണെങ്കിൽ എനിക്ക് അവിടെ കുളിച്ച പോരെ? പ്രിയപ്പെട്ടവരെ, ഭക്തിയെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നത് സൗഖ്യദാനത്തിന് എതിരാണ്. ഭക്തിയെ ബുദ്ധി കൊണ്ട്, ബുദ്ധി വേണ്ടെന്നല്ല, പക്ഷെ ചില കാര്യങ്ങളിൽ ബുദ്ധിക്ക് വലിയ ഒരു നിലയൊന്നുമില്ല, ലോജിക്കിന് വലിയ അർത്ഥമൊന്നുമില്ല. എല്ലാം ലോജിക്കായിട്ട് നമുക്ക് ചിന്തിക്കാൻ ഒക്കൂ? നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ ഒക്കുന്നേ? ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ എത്രയോ ഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയിടിക്കാതെ എങ്ങനെ ഇതിങ്ങനെ മൂവ് ചെയ്യുന്നത് എനിക്കറിയില്ല.
ഞാൻ എത്ര ലോജിക്കായിട്ട് ചിന്തിച്ചിട്ടും എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു ചെറിയ കാറ് പോലും, അച്ഛന്മാർക്കറിയാം, നമ്മളൊക്കെ ഒരു ചെറിയ കാറ് പോലും ഈ ട്രാഫിക്കിന്റെ ഇടയിലൂടെ ഓടിക്കാൻ പെടുന്ന പാട്, ആ സൈഡും ഒരഞ്ഞ് മുമ്പും ഒരഞ്ഞ്. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഈ മുമ്പും പിമ്പും സൈഡും ഉരച്ചില്ല. ഒരു ഇൻഷുറൻസ് എടുത്താൽ 3 പ്രാവശ്യമെങ്കിലും ക്ലെയിം ചെയ്യും ഒരു വർഷം, കാരണം മുഴുവൻ ഉരച്ചില്ല. എടാ, ഈ ലോകത്തിലെ ട്രാഫിക്കിലൂടെ ഓടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഇത്രയും ഗ്രഹങ്ങൾ ഇതെങ്ങനെ സഞ്ചരിക്കുന്നേ? മക്കൾ പഠിക്കുന്നത് ഇത് മൂവി എന്നല്ലയോ? അല്ലയോ? അവൻ സമ്മതിച്ചു, എന്തായാലും അവൻ പഠിച്ചല്ലോ. മൂവ് ചെയ്യുന്നു, ഇറ്റ്സ് മൊബിലിറ്റി ഉണ്ട്. ഇതെങ്ങനെ കൂട്ടിയിടിക്കാതെ മൊബിലിറ്റി നടക്കുന്നേ? ഇതാരാ സ്റ്റിയറിംഗ് തിരിക്കുന്നേ? ആരാ ഇതിന്റെ സ്പീഡ് നിയന്ത്രിക്കുന്നേ? അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയില്ല. ഐ കോണ്ട് എക്സ്പ്ലെയിൻ ലോജിക്കലി. സൈബീരിയയിൽ നിന്ന് അവിടെ തണുപ്പാകുമ്പോ കൊക്കുകൾ എവിടെ വരും? ഇവിടെ ഇവിടെ എന്താ നമ്മള് കുമരകത്ത് ബേർഡ് സാങ്ച്വറിയിൽ വരും. കുറച്ചെണ്ണം ഇപ്പൊ പന്തളത്ത് വരെ വന്നു. അത് കഴിഞ്ഞപ്പോ പന്തളത്തെ മരമെല്ലാം വെട്ടിക്കളഞ്ഞു. ഇത് എവിടുന്നാ വരുന്നേ? സൈബീരിയയിൽ നിന്ന് വരിക. ഇത് ആരാ ഇവർക്ക് റഡാർ കാണിച്ചു കൊടുക്കുന്നേ? ആരാ ഇവരുടെ വണ്ടിയുടെ പൈലറ്റ്? ആരാണ് ഇവർക്ക് ഗതി കാണിച്ചു കൊടുക്കുന്നത്? ഏത് യന്ത്രമാണ്, വടക്കു നോക്കി യന്ത്രമാണ് ഇവരെ സഹായിക്കുന്നത്? എനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ. ഇല്ലോജിക്കലായ പല കാര്യങ്ങളും ഈ ലോകത്തിലുണ്ട്. യോർദാനി കുളിക്കാൻ പറഞ്ഞാൽ കുളിച്ചാൽ മതി. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നിനക്ക് എന്ത് കിട്ടത്തില്ല? അനുഗ്രഹം കിട്ടത്തില്ല. ഇയാൾ എന്ത് ചെയ്തു? കമ്പയർ ചെയ്തു. ഇയാൾ എന്ത് ചെയ്തു? യോർദാനിലെ കുളിയും അരാമിലെയും പർപ്പറയിലെയും കുളിയും തമ്മിൽ കമ്പയർ ചെയ്തു. അങ്ങനെ കമ്പാരിസൺ നടത്തിയാൽ നിനക്ക് എന്ത് കിട്ടത്തില്ല? അനുഗ്രഹം കിട്ടത്തില്ല. യോർദാനിലെ കുടി അത് യുക്തിക്കും അപ്പുറമുള്ളതാണ്. അതിന് ആധ്യാത്മികമായ ചില ഭാവങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ യോർദാൻ വിശുദ്ധ നദിയാണ്. യോർദാനിലെ കുളി അത് വിശുദ്ധിയുടെ ലക്ഷണമാണ്. അവിടെ പ്രവാചകൻ പറയുന്നു, നീ എത്ര പ്രാവശ്യം കുളിക്കണം? 7 പ്രാവശ്യം. ഇനി നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, കല്ലടക്കാരോട്, നിങ്ങൾ കുളിച്ചത് ഏത് വെള്ളത്തിലാണ്? ഇന്നത്തെ കുളിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. ജീവിതത്തിൽ ഒരു വലിയ കുളി ഉണ്ടായിരുന്നു. ഏത് കുളിയാ? മാമോദീസ എന്ന കുളി അല്ലേ? സ്നാനം എന്ന് വെച്ചാൽ കുളി എന്നാ. ഓക്കെ, ഇനി കുളിയാണെങ്കിൽ തന്നെ അത് ഏത് വെള്ളത്തിലാണ്? ഈ പൊട്ടനച്ഛൻ ഇയാളെ വിളിച്ച ആളുകളെ പറയണം, എടാ കല്ലടപ്പള്ളി ആണെങ്കിൽ, ബാബുച്ചന്റെ പള്ളിയാണെങ്കിൽ അവിടെ, മാറനാട് അച്ഛന്മാരുടെ ജോസഫിന്റെ പള്ളിയാണെങ്കിൽ പെരുന്നാട്. അപ്പൊ ഏത് വെള്ളത്തിലാണ് കുളിച്ചതെന്ന് ചോദിച്ചാല് ഏത് സ്ഥലത്താണോ പള്ളി ഉള്ളത് അവിടുത്തെ ഉറക്കെ പറയുന്നേ, അവിടുത്തെ വെള്ളത്തിൽ അല്ലയോ? ആണോ അല്ലയോ? എവിടാണോ പള്ളി, അച്ഛന്റെ പള്ളി പഴകുളം പള്ളി. അപ്പൊ അച്ഛന്റെ പള്ളിയിലെ ഒരു കുഞ്ഞിന്റെ ആദ്യ കുളി എവിടെ? കുളി പഴകുളത്തെ വെള്ളത്തിൽ ആണോ? എന്റെ ദൈവമേ, ഇതാ എൻ്റെ ഒരു സംശയം. ഞങ്ങള് ഈ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളമൊക്കെ ഒരുക്കും. എന്നെ പറഞ്ഞ കൊളോക്കിയലായിട്ട് ലൈവ് ആകുന്നു, എനിക്ക് പേടിയുണ്ട്. അച്ഛൻ പറഞ്ഞു കുളിയാണെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇത് കട്ട് ചെയ്തിട്ട് ഇത് മാത്രമേ വിടും. മക്കളെ അതൊക്കെ സൂക്ഷിച്ചോണം കേട്ടോ. എനിക്ക് പേടിയുണ്ട്, കാരണം ലൈവ് ആകുമ്പോൾ ഭയങ്കര പേടിയാണ്. കാരണം എവിടം കൊണ്ടാണ് നീ പൊങ്കാല വരുന്നതെന്ന് അറിയത്തില്ല. പോട്ടെ. അപ്പം ഞങ്ങൾ ഈ വെള്ളം ഒരുക്കുന്ന സമയത്ത്, അറിയാമോ? ഈ വെള്ളം ഒരുക്കുന്ന ഒരു സമയമുണ്ട്. മാമോദീസ വെള്ളം ഒരുക്കുന്ന ഒരു സമയം. എങ്ങനെയാ ഒരുക്കുന്നേ? ഏതാ? ഈ നമ്മള് ഇതിനകത്തൂടെ കടത്തി വിടും, ഇതാ പ്യൂരിഫയറിലൂടെ, അങ്ങനെയാണോ? അല്ല. പിന്നെ എങ്ങനെയാ ഒരുക്കുന്നേ? മാമോദീസ തൊട്ടി, അതറിയാമല്ലോ, അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കിഴക്കോട്ട് ആര് നിൽക്കും? അച്ഛൻ നിൽക്കും. അച്ഛൻ നിൽക്കുമ്പോൾ നമ്മുടെ പള്ളിയിലെ പ്രധാന ശുശ്രൂഷകൻ കിഴക്ക് നിന്ന് എങ്ങോട്ട് നിൽക്കും? പടിഞ്ഞാറോട്ട് നിൽക്കും. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ പിടിച്ചു വെക്കും കയ്യെ. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകാൻ സമയമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കും. ഇപ്പം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ നിൽക്കും. അപ്പം ശുശ്രൂഷക്കാരൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് നിൽക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ 2 പാത്രത്തിൽ, പണ്ട് കിണ്ടിക്കകത്തായിരുന്നു, പിന്നെ മാറിയിട്ട് മൊന്തയ്ക്കകത്തായി, ഇപ്പം നല്ല പ്ലാസ്റ്റിക് പാത്രത്തിലൊക്കെ പള്ളിയുടെ ക്വാളിറ്റി അനുസരിച്ച് നല്ല പാത്രമൊക്കെ വന്നിട്ടുണ്ട്. എന്തായിരുന്നാലും 2 പാത്രത്തിൽ വെള്ളം. അപ്പോഴേ
മോളെ കെട്ടിച്ച വീട്ടിലെ അല്ലെങ്കിൽ മരുമോടെ വീട്ടിലെ അമ്മച്ചി ഇപ്പുറത്തെ അമ്മച്ചിയോട് ചോദിക്കും, അമ്മച്ചി അമ്മച്ചി എന്തിനെ 2 വെള്ളം? അപ്പോ ഇപ്പുറത്തെ അമ്മച്ചി പറയാം, അതെ അത് ഒരു പാത്രത്തിലെ വെള്ളം ചൂടുവെള്ളവും മറ്റേ പാത്രത്തിലെ വെള്ളം അത്ര അമ്മച്ചിക്ക് അറിയാം. അപ്പൊ മറ്റേ അമ്മച്ചി ചോദിക്കും, അതെന്തിനാ ചൂടുവെള്ളവും പച്ചവെള്ളവും? ഉടനെ കല്ലടലെ അമ്മച്ചി അല്ല, വേറെ കണ്ടത്തെ അമ്മച്ചി പറയും, അതേ അമ്മച്ചി ഈ കൊച്ചിനെ തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കാനൊക്കെ, അതുകൊണ്ട് കൊച്ചിനെ കുളിപ്പിക്കാൻ വേണ്ടി ഏത് വെള്ളവും കൂടെ ആണോ? എൻ്റെ അച്ഛ, എൻ്റെ ഏറ്റവും വലിയ സംശയം എന്തെന്നറിയാം, ഈ മാമോദീസ തൊട്ടിയുടെ പടിഞ്ഞാറ് നിന്ന് ഈ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അച്ഛനൊരു പ്രാർത്ഥനയുണ്ട്. യോർദാൻ നദിയിൻ പ്രവാഹത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിന്നോട് നിലവിളിക്കുന്നു. രഹസ്യ പ്രാർത്ഥന. തന്റെ പരിശുദ്ധാത്മാവിനെ പ്രാവിന്റെ രൂപത്തിൽ അയച്ച് യോർദാൻ പ്രവാഹത്തെ ശുദ്ധീകരിച്ച ദൈവമായ കർത്താവേ, ഈ വെള്ളത്തെ ശുദ്ധീകരിച്ച് നിന്റെ മശിഹായോട് സംബന്ധമുള്ളവനാക്കി അല്ലെങ്കിൽ ഉള്ളവളാക്കി ഈ പൈതലിനെ തീർക്കണമേ. കല്ലടപ്പള്ളിയിൽ നിൽക്കുന്ന അജിയച്ഛൻ പ്രാർത്ഥിക്കുകയാ, ഞാൻ എവിടെ നിൽക്കുന്നു? യോർദാൻ നദിയിൻ പ്രവാഹത്തിൽ. അച്ഛനെ പൊട്ടനൊന്നും വിളിക്കരുത് കേട്ടോ. എവിടെ നിൽക്കുന്നു? യോർദാൻ നദിയിൻ പ്രവാഹത്തിൽ. എത്ര ദൂരം ഉണ്ടെന്ന് അറിയാമോ? ദൈവത്തിന്റെ കരുണ കൊണ്ട് ഒരു 2 വർഷം മുമ്പ് അവിടെ നിന്ന് പോകാൻ, 3 വർഷം മുമ്പ് പോകാൻ അവസരം കിട്ടി. തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ട് ഒരു 12ാമത്തെ മണിക്കൂറിലാണ് എവിടെ ചെന്നത്? യോർദാനിൽ. എന്നിട്ട് ബസ്സിൽ കയറിയിട്ടാണ് എവിടെ ചെന്നത്? യോർദാൻ നദിയിൽ. അപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കല്ലടപ്പള്ളിയുടെ ഈ മാമോദിസ തൊട്ടിയുടെ മുമ്പിൽ നിന്നിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയാ, ഞാൻ എവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു? പ്രിയപ്പെട്ടവരെ, യോർദാൻ നദി വിശുദ്ധ നദി. യോർദാനിലെ കുളി മാമോദിസായുടെ മുൻകുറി. ഓരോ മാമോദിസായിക്കും ഒരുക്കപ്പെട്ട വെള്ളം, അത് യോർദാനിലെ വെള്ളം. യോർദാൻ നദിക്ക് 3 കൈവഴികൾ. നിങ്ങൾ എങ്ങും പോകണ്ട. ഈ വേദപുസ്തകത്തിന്റെ അവസാനം ബൈബിൾ ഭൂപടമുണ്ട്, ബൈബിൾ മാപ്പ്. ഒന്ന് വീട്ടിൽ ചെന്ന് ശ്രദ്ധയോട് നോക്കിയാൽ മതി. യോർദാൻ നദിക്ക് 3 കൈവഴികൾ. ഏറ്റവും മുകളിലായി ഒഴുകുന്ന നദി ഹെർമോൻ. ഹെർമോൻ നദി. ഹെർമോൻ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ട് അതിന്റെ വെള്ളം, പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിർത്തും, അതിന്റെ വെള്ളം തണുത്തത്. 2ാമത്തെ നദി യാർമുഖ്. അത് ദാൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് 20 കിലോമീറ്റർ മരുഭൂമിയിലൂടെ ഒഴുകി യോർദാനോട് ചേരുന്നു. അതുകൊണ്ട് അതിന്റെ വെള്ളം ചൂടുള്ളത്. 3ാമത്തെ നദി യാബൂക്ക്. അത് ഗിലെയാദിലൂടെ ഒഴുകുന്നു. യിരെമ്യാവ് 8:22 ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലേ, അവിടെ വൈദ്യനില്ലേ, എന്റെ ജനത്തിന്റെ പുത്രിക്ക് എന്തുകൊണ്ട് രോഗശമനം വരുന്നില്ല? ലോകത്തിലെ ഏറ്റവും സുഗന്ധ വസ്തുവായ ബാൽസാം എന്ന തൈലം ഉൽപ്പാദിപ്പിക്കുന്നത് ഗിലെയാദിലെ ജഡമാഞ്ചി എന്ന മരത്തിൽ നിന്നും. യാബൂക്ക് നദി ആ മരങ്ങളെ തൊട്ട് അതിന്റെ വേരുകളെ തൊട്ടൊഴുകുമ്പോൾ ആ നദിയിലൂടെ ഒഴുകി വരുന്ന മണൽത്തരികൾ അതിന്റെ വേരുകളിൽ മുറിപ്പാടുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് ബാൽസാം തൈലം യാബൂക്കിൽ ചേരും. ഈ 3 നദിയും ഒരുമിച്ച് ചേരുന്നതാണ് എവിടെ? യോർദാൻ. ഹെർമോന്റെ തണുപ്പ്, യാർമൂക്കിന്റെ ചൂട്, യാബൂക്കിന്റെ സുഗന്ധം. കുഞ്ഞെ, നീ മാമോദിസ മുങ്ങിയത് എവിടെ? ഓലയിട്ട് പിടുത്തലൊന്നും അല്ല കേട്ടോ. അവിടെയും ഇവിടെയും പോയി അവിടെ നഞ്ച് കലക്കെടുത്തൊന്നും അല്ല. പിന്നെ നീ മാമോദിസ മുങ്ങിയത് എവിടെയാ? നീ കുളിച്ചത് എവിടെയാ? യോർദാനിൽ. യോർദാനിലെ കുളി മാമോദിസയുടെ മുൻകുറിയ. നയമൻ, നീ ബുദ്ധിയെ, ഭക്തിയെ എന്തുകൊണ്ടളന്നു? ബുദ്ധി കൊണ്ടളന്നു. ലോജിക്കലായി നീ ചിന്തിച്ചു. നീ ചിന്തിച്ചത് വെള്ളത്തെക്കുറിച്ചാണ്. ഏത് വെള്ളം? യോർദാനിലെ വെള്ളം ഇക്വലന്റ് ടു അബാനയിലെയും പർപ്പരയിലെയും വെള്ളം. വെള്ളം ഒന്നാണെങ്കിലും ഗുണം വ്യത്യാസം. യോർദാനിൽ എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. അതിലേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല. അതുകൊണ്ട് മുമ്പേ ചോദിച്ചാൽ വിട്ടുന്നേ ഉള്ളൂ. 6:30 ആയാൽ കുഴപ്പമുണ്ടോ? 8 ആയാൽ കുഴപ്പമുണ്ടോ? ഒന്ന് പൊങ്ങിയത് കൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമുണ്ട്. 7 എന്ന് വെച്ചാൽ 7. ഇന്ന് വെളിപാട് പുസ്തകം വായിക്കണം കേട്ടോ. 7ന്റെ എണ്ണം എത്രയുണ്ട് എന്ന് പഠിക്കാൻ സാധിക്കും.
7 ഒരു പൂർണ്ണതയുടെ സംഖ്യ. കൂദാശയുടെ എണ്ണമെന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ വേറെ ഒത്തിരി പഠിക്കാനുള്ളതാ. കൂദാശകളുടെ എണ്ണമെന്നല്ല, അത് പൂർണ്ണതയുടെ സംഖ്യ. യോർദാനിൽ നീ എത്ര പ്രാവശ്യം കുളിക്കണം? 7. ഇങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് എൻ്റെ വചനം നിർത്താനുള്ള അനുവാദം ചോദിക്കുക. അച്ഛൻ തന്ന സമയമായി. പോകുന്ന വഴിക്ക് വേലക്കാർ ചോദിച്ചു, യജമാനനെ, നമ്മുടെ നാട്ടിൽ അങ്ങയുടെ രോഗത്തിന് ഒരു മരുന്നില്ല, നമ്മൾ ഇവിടെ വരെ വന്നു, എന്തായിരുന്നാലും അങ്ങ് ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും അല്ല ഇവിടെ നടന്നത്, അങ്ങക്ക് ദേഷ്യമൊക്കെ ഉണ്ട്, അങ്ങ് അത് പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ പോകുന്ന വഴിക്ക് ആ പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ ഒന്ന് മുങ്ങിയാലോ? സത്യം പറയട്ടെ, നയമാനില്ലാത്ത വിവരം ആർക്കുണ്ട്? വേലക്കാർക്കുണ്ട്. ഞാൻ കല്ലടപ്പള്ളിയെ കുറിച്ചല്ല പറയുന്നേ. ഈ നമ്മൾ റാസ ഇറങ്ങുമ്പോൾ നമുക്കില്ലാത്ത ഭക്തി ആർക്കുണ്ട്? ചുറ്റുപാടും ഉള്ളവർക്കുണ്ട്. നമുക്കില്ലാത്ത ഭക്തി, അതിനപ്പുറത്തേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. നമുക്കെത്ര ഭക്തിയുണ്ട്, നമ്മൾ എത്ര ഭക്തന്മാരാ, നമ്മുടെ പെരുന്നാളിന്റെ റാസയ്ക്ക് നമ്മൾ എത്ര ഹൃദയത്തെ ശുദ്ധമാക്കിയ ആ റാസയ്ക്ക് പുറപ്പെടുന്നത് എന്നൊക്കെ റാസ നേതൃത്വം നൽകുന്നവർ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എന്തായിരുന്നാലും എൻ്റെ വിഷയം ഇതേ ഉള്ളൂ. നയമാനേക്കാൾ വിവരം പെട്ടിയെടുക്കുന്ന വേലക്കാർക്കുണ്ട്. നയമാൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും അയാൾക്ക് ആ വിവരമില്ല. അപ്പോൾ ഈ വേലക്കാർ പറഞ്ഞു, എന്നാൽ പിന്നെ അവിടെ പോയി ഒന്ന് മുങ്ങിയേക്കാം. എന്തായിരുന്നാലും മനസ്സോടോ മനസ്സുകൂടാതെയോ ഇയാൾ പോയി എന്ത് ചെയ്തു? അവിടെ പോയി മുങ്ങി. വേദപുസ്തകം പറയുന്നത് എന്താണെന്ന് അറിയാമോ? വേദപുസ്തകം പറയുന്നത് 2 രാജാക്കന്മാർ 5-ാം അധ്യായം 13-14 വാക്യങ്ങൾ. അവിടെ ചെന്ന് മുങ്ങിയപ്പോൾ അവന്റെ ദേഹം ഒരു കൊച്ചുകുട്ടിയുടെ ദേഹം പോലെയായി. പിതാക്കന്മാർ അതിന് വലിയ വീക്ഷണങ്ങൾ നൽകുന്നുണ്ട്. ഗ്രിഗറി ഓഫ് നിസ്സ, അതേപോലെ തന്നെ ഐറേനിയസ് ഓഫ് ലയോൺസ്. ആ പിതാക്കന്മാർ പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയായി തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം അനുഭവിക്കാൻ കഴിയില്ല. നയമാന്റെ ശരീരം ഒരു കൊച്ചു ബാലന്റെ ദേഹം പോലെയായി മാറുക എന്ന് വെച്ചാൽ അവൻ തിരിഞ്ഞ ആരെ പോലായി? ശിശുക്കളെ പോലെയായി. അവന്റെ ശരീരത്തെക്കാൾ കൂടുതൽ എവിടെ മാറ്റമായി? മനസ്സിന് മാറ്റമായി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ച അയാളുടെ രോഗമെല്ലാം മാറി. പുള്ളിക്കാരൻ എന്ത് ചെയ്തു? പുള്ളിക്കാരൻ എലീശായുടെ, ബാക്കി പറയാമോ? എലീശായുടെ മുമ്പേ വന്നു നിന്നത് എവിടെയാ? എലീശായുടെ വീട്ടുവാതുക്കല. സമ്മതിച്ചല്ലോ. ഇപ്പോൾ അയാൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? 2 രാജാക്കന്മാർ 5:15. എന്താണ് അവിടെ കാണുന്നത്? 2 രാജാക്കന്മാർ 5:15. പിന്നെ അവൻ സകല പരിവാരവുമായി എലീശായുടെ അടുക്കൽ വന്നു, മുമ്പിൽ നിന്നു. മുമ്പേ എവിടെ നിന്നത്? വെരി ഗുഡ്, വീട്ടുവാതുക്കൽ. halted at the outside door of Elisha's house. ഇപ്പം നിൽക്കുന്നത് എവിടെയാണ്? മുമ്പിൽ. ക്ലൈമാക്സ് ആയി. സൗഖ്യത്തിന് വേണ്ടി വന്നവൻ മനസ്സ് കേടൊക്കെ കാണിച്ചുവെങ്കിലും 3 കാര്യങ്ങൾ തടസ്സമായി. എന്തൊക്കെയാണ്? താഴ്മയില്ലായ്മ, മുൻവിധി, ഭക്തിയെ യുക്തി കൊണ്ട് അളന്നു. എന്നിട്ടും വേലക്കാര് പറഞ്ഞത് കേട്ട് ഇയാൾ പോയി മുങ്ങി. അദ്ദേഹത്തിന്റെ ശരീരം എന്തായി? അത് ശുദ്ധമായി. ക്ലൈമാക്സ് ആയി. അല്ലേ? കഥ തീർക്കാം, സംഭവം തീർക്കാം. 2 മിനിറ്റ് കൂടെ ഞാൻ എടുത്തോട്ടെ. ഇതിനൊരു പോസ്റ്റ് ക്ലൈമാക്സ് ഉണ്ട്. നോവൽ തീർന്നു, ശുഭം. പക്ഷേ അടുത്ത പേജിൽ 2-3 വരി കൂടെ എഴുതി വെച്ചു. ആര്? കഥാകൃത്ത്. അടുത്ത പേജിൽ എഴുതിയ 2-3 വരികൾ ഹൃദയത്തെ തരളിതമാക്കുന്ന വരികൾ. വായിച്ചു കേട്ട 1000കണക്കിന് പേജുകളെക്കാൾ കൂടുതൽ ഹൃദയത്തെ തരളിതമാക്കുന്ന 2 വരികൾ എഴുതി വെച്ച്. ഇയാൾക്ക് സൗഖ്യം കിട്ടിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് സന്തോഷമായി. ഇത്രയും നാള് എൻ്റെ ശരീരം മുഴുവനും എന്തായിരുന്നു? രോഗമായിരുന്നു. എൻ്റെ ഔട്ടർ സ്കിൻ മുഴുവൻ കുഷ്ഠം പിടിച്ചിരിക്കുകയായിരുന്നു. ആരും എന്നെ സമീപിക്കില്ലായിരുന്നു. പ്രവാചകൻ, എനിക്കിപ്പോ സൗഖ്യമായി. പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാനേ വയ്യ. അതുകൊണ്ട് പാറ്റിപ്പോയി ചാടുന്നത്. കുറെ പിള്ളേർ ആറ്റിലങ്ങ് പോവുകയും ചെയ്യും. കുറെ എണ്ണം
ബൈക്ക് എടുത്തിട്ട് 120, 130 അങ്ങോട്ട് പോകും, അവനും പോകും. എന്താണോ നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നത് എനിക്കറിയില്ല. ഇപ്പം കനാലും കൂടെ തുറന്നു വിട്ടതുകൊണ്ട് ഇവിടുത്തെ അത്രയും കുഴപ്പം കാണത്തില്ല. കാരണം വെള്ളമോട് ഇച്ചിരി പരിചയമുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊന്നും ഇവന്മാർക്ക് വെള്ളം കൊണ്ട് പരിചയമില്ല. അവിടെ പോയി ചാടുകയും ചെയ്യും, അവസാനം പൊങ്ങി വീർത്ത് ഇതെങ്ങനെ കൊണ്ട് അടക്കുന്നേ? അത്രയും വലിയ പ്രയാസം. പോട്ടെ. അപ്പോൾ ഇയാൾക്ക് വലിയ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. അയാൾ ചില സന്തോഷ സൂചകമായി ചില സാധനങ്ങളുമായിട്ടാണ് വന്നത്. എന്തൊക്കെയാ കൊണ്ടുവന്നേ? 10 താലന്ത് വെള്ളി, 6000 ശേക്കൽ പൊന്ന്, 10 കൂട്ടം വസ്ത്രം. ഇതുമായിട്ടാ പുള്ളി വന്നേ. പക്ഷേ പ്രതീക്ഷ തെറ്റിപ്പോയി. പ്രതീക്ഷയ്ക്കനുസരിച്ചല്ല പറഞ്ഞത്. അവസാനം വേലക്കാരുടെ വാക്ക് കേട്ട് പോയി മുങ്ങി സന്തോഷമായി. അപ്പോൾ പ്രവാചകനോട് പറഞ്ഞു, ഇതങ്ങോട്ടൊന്ന് മേടിക്കണം. എന്തൊക്കെ? 10 താലന്ത് വെള്ളി, 6000 ശേക്കൽ പൊന്ന്, 10 കൂട്ടം വസ്ത്രം. പ്രവാചകൻ പറഞ്ഞു, ഐ വിൽ നോട്ട് റിസീവ് ദിസ്. എനിക്കിത് വേണ്ട. നിന്റെ പൊന്ന് എനിക്ക് വേണ്ട, നിന്റെ പണ്ടം എനിക്ക് വേണ്ട, നിന്റെ പണം എനിക്ക് വേണ്ട. പ്രവാചകൻ പറഞ്ഞപ്പോ 2 രാജാക്കന്മാർ 5:17 പണം വേണ്ട പൊന്നുമായി വന്നവനോട് പൊന്നെനിക്ക് വേണ്ട എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോ ഈ മനുഷ്യൻ തിരിച്ചു പറയാൻ തുടങ്ങി, എന്നാൽ എനിക്ക് വേണം. എന്തു വേണം? പ്രവാചക, നീ ചവിട്ട് നിൽക്കുന്ന ഈ മണ്ണ് 2 കോവർ കഴുത ചുമട് അടിയന് തരണം. അടിയന്റെ നാട്ടിൽ ഈ പ്രവാചകന്റെ ദിവ്യമായ സന്ദേശം, ദിവ്യമായ സാന്നിധ്യം, ദിവ്യമായ സാമീപ്യം അനുഭവിക്കുവാൻ ഈ മണ്ണ് എനിക്ക് വേണം. എന്നെ വികാര തരളിതനാക്കുന്ന ഒരു ചിന്തയാ പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കത് ആകുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഇങ്ങോട്ട് വന്നത് രഥപ്പുറത്ത്, ഇങ്ങോട്ട് വന്നത് കുതിരപ്പുറത്ത്. പക്ഷേ അങ്ങോട്ട് പോകുന്നത് കുതിരയിലും രഥത്തിലും പ്രവാചകൻ ചവിട്ടി നിന്ന മണ്ണ്. പൊന്നുമായി വന്നവൻ മണ്ണുമായി മടങ്ങുന്നു. അതാണ് കല്ലടപ്പള്ളിയുടെ മുറ്റത്ത് സാധിച്ചു വരുന്നത്. പൊന്നുമായി വന്നവൻ ഈ മണ്ണുമായി മടങ്ങുന്നു. പരിശുദ്ധനായ അന്ത്രയോസ് ബാവ ചവിട്ടി നിന്ന മണ്ണ് പൊന്നിനേക്കാൾ വിലയുള്ളതാണ്. പരുമല തിരുമേനി ചവിട്ടി നിന്ന മണ്ണ് പൊന്നിനേക്കാൾ വിലയുള്ളതാ. നിനക്ക് ലോജിക്കലായി ഇത് പറഞ്ഞു തരാൻ എനിക്കാവില്ല കുഞ്ഞെ. അനുഭവം കൊണ്ട് തിരിച്ചറിയേണ്ടുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് ലോജിക്കലി എക്സ്പ്ലെയിനബിൾ. It is explainable through us, towards or through our own experience. ഈ കൊട കൊണ്ട് നടക്കുന്നത് എന്തിനാണെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾക്ക് അനുഗ്രഹം വേണം. ഈ വെള്ളത്തിലിറങ്ങിയാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഞങ്ങൾക്ക് അനുഗ്രഹം വേണം. That is their own experience. നയമാൻ പറയുകയാണ്, എനിക്ക് പൊന്ന് നിനക്ക് വേണ്ട എങ്കിൽ എനിക്ക് എന്ത് വേണം? മണ്ണ് വേണം. നയമാൻ സുഖചികിത്സയ്ക്കാണ് വന്നത് അല്ലേ? തടവി ആട്ടി സുഖചികിത്സയ്ക്ക്. ഇപ്പോൾ നയമാൻ ഒരു തീർത്ഥാടകനായി മടങ്ങുകയാണ്. സുഖചികിത്സയ്ക്കായി വന്ന നയമാൻ ഇപ്പോൾ ആരായി മടങ്ങുന്നു? തീർത്ഥാടകനായി. എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് കല്ലടപ്പള്ളിയുടെ ചുറ്റുപാട് നിന്ന് എന്തെങ്കിലുമൊക്കെ കാണാം എന്ന് പറഞ്ഞു വന്നവരുണ്ട് അല്ലേ? അപ്പീപ്പി ഉള്ള കട, പിന്നെ പൊരി, മുട്ടായി, നല്ലതാ, കഴിക്കണം കേട്ടോ. അതൊക്കെ കാണാൻ വന്നവർ അവർ സുഖചികിത്സയ്ക്ക് ടൂറിന് വന്നവരാണ്. പക്ഷെ മടങ്ങുന്നത് എങ്ങനെയാകണം? തീർത്ഥാടകരായി. മണ്ണുമായി, പ്രവാചകന്റെ ചവിട്ടി നിന്ന മണ്ണുമായി ആര് മടങ്ങുന്നു? നയമാൻ. അതിനുശേഷം 7 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് യേശുദമ്പുരാൻ കഫർനഹൂമിൽ ഒരു സിനഗോഗിൽ വെച്ച് പറഞ്ഞു, അവണ്ണം എലീസ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ സുറിയക്കാരനായ നയമാൻ അല്ലാതെ മറ്റാരും സൗഖ്യം പ്രാപിച്ചില്ല. What was their response? Rejection. പറഞ്ഞവനെ തല്ലുക, കൊല്ലുക. പക്ഷേ പറഞ്ഞവൻ ഇന്നും ജീവിക്കുന്നു. പറഞ്ഞതിലെ അത്ഭുതം ഇന്നും ജീവിക്കുന്നു.
പറഞ്ഞവനെ കൊല്ലാൻ ശ്രമിച്ചവർ കടപുഴകിയിട്ടും പറഞ്ഞവനും പറഞ്ഞതും ഇന്നും ജീവിക്കുന്നു. വാക്ക് നിർത്തട്ടെ. പൊന്നുമായി വന്ന് മണ്ണുമായി മടങ്ങണം. തിരിച്ചു പോകുമ്പോ ഈ മണ്ണിന്റെ ഊഷ്മളതയും ഈ മണ്ണിന്റെ ശാത്വലതയും ഈ മണ്ണിന്റെ ശക്തിയുമായി മടങ്ങുന്നു എങ്കിൽ കുഞ്ഞെ, നിനക്കും സ്വർഗരാജ്യത്തിന്റെ അവകാശത്വത്തിലേക്ക് ഈ മഹാപുരോഹിതനൊപ്പം ദൈവത്തിന്റെ ആരാധനാ സംഘത്തിലേക്ക് നിനക്കും പ്രവേശിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്നെ ക്ഷണിച്ചതിൽ വന്ദരായ അച്ഛന്മാരോടും ഏറെ ശ്രദ്ധയോടെ കേട്ടതിൽ നിങ്ങളേവരോടുമുള്ള നന്ദി അർപ്പിക്കുന്നു. ഈ പുണ്യഭൂമിയിലെ മണ്ണ് പൊന്നിനേക്കാൾ വിലയുള്ളതാണ്. ആ മണ്ണിന്റെ ഭാഗമാകാൻ ഈ വർഷം ബലഹീനനായ അടിയനും ഒരവസരം തന്നുവല്ലോ തമ്പുരാൻ. ഏറെ വ്യത്യസ്തമായ അനുഭവങ്ങൾ, സാഹചര്യങ്ങൾ വന്നിട്ടും ഈ സന്ധ്യ ദൈവം ഒരുക്കി തന്നല്ലോ. ഈ മണ്ണിൽ, ഈ മണ്ണിന്റെ ശക്തിയിൽ എനിക്കൊന്ന് മടങ്ങിപ്പോകാൻ, പൊന്നുമായി വന്ന് മണ്ണുമായി മടങ്ങാൻ ദൈവം തന്ന ഈ വലിയ നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും.